ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. ഭദ്രം കർമ്മേഭിഃ ശൃണുയാമദേവാ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിർव्यशेम देवहितं यदायुः. स्वस्ति पन्थामनुचरेम सूर्या चन्द्रमसा विवाः पुनर्ददताघ्नता जानता सङ्गमे महीः. शन्नो मित्रः शं वरुणः शन्नो भवत्वर्यमाः शन्न इन्द्रो बृहस्पतिः शन्नो विष्णुरुरुक्रमाः. सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द. ഋഷിമാരെ ഉപദേശിച്ച് പല സാധനകളിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതാം. അങ്ങനെ ഇരിക്കെ നമ്മൾ ചെയ്യുന്നത് ഈ യുഗത്തിലെ കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ധർമ്മമാണ്. പുരാണശ്രവണാദന്യത് കലൗ കിമപി വിദ്യതേ. പുരാണശ്രവണമല്ലാതെ കലികാലത്ത് മറ്റൊന്നുമില്ല. മറ്റ് യുഗങ്ങളിൽ മറ്റ് വലിയ സാധനകൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്നത് പുരാണശ്രവണം കൊണ്ട് കിട്ടും എന്നാണ്. അത് വെറുതെ പറയല്ല. എന്താ കാരണം? ശാസ്ത്രങ്ങൾ ഗഹനമായിട്ടുള്ള രീതിയിൽ നമ്മുടെ കർത്തവ്യങ്ങൾ ഉപദേശിച്ചു തരുമ്പോൾ പുരാണങ്ങൾ കഥാരൂപത്തിൽ ലളിതമാക്കി ബാലന്മാർക്കും വൃദ്ധന്മാർക്കും ഒക്കെ മനസ്സിലാവാൻ പാകത്തിനാണ് പറഞ്ഞു തരിക. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പറയണ കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. കാപിലം എന്നുള്ള വലിയ സാഖ്യശാസ്ത്രം ഗഹനമായിട്ട് ഇരിക്കുന്നു. സൂത്രരൂപത്തിൽ കുറച്ച് വാക്കുകളെ കൊണ്ട് അധികമായിട്ടുള്ള അർത്ഥം ബോധിപ്പിച്ചുകൊണ്ട്. പക്ഷെ അത് ഭാഗവതത്തിൽ വന്നപ്പോഴോ 5 വയസ്സായിട്ടുള്ള ഒരു ബാലൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിൽ എന്ന് പറയുമ്പോഴേക്കും തന്നെ കേൾക്കാനൊരു താല്പര്യം ആളുകൾക്ക് വന്നു. അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ കഥാരൂപത്തിലായപ്പോഴേക്കും എല്ലാവർക്കും വലിയ ഹൃദ്യമായി, ആസ്വദിക്കാറായി, സുഖമായിട്ട് കാര്യം മനസ്സിലാക്കാറായി. ഇതാണ് പുരാണവിദ്യ. പുരാണങ്ങളുടെ അതാണ് പുരാണശ്രവണം നാന്യത് കലൗ കിമപി വിദ്യതേ. പുരാണശ്രവണത്തിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല എന്ന് പറയാൻ ഉണ്ടായ കാരണത. എന്നാൽ എല്ലാ പുരാണങ്ങളും അങ്ങനെയാണെങ്കിലും ശ്രീമദ് ഭാഗവതത്തിന് ഒരു വിശേഷം. ശ്രീമദ് ഭാഗവതം ശാസ്ത്രം എന്നതാദ്യം പറഞ്ഞു. കലൗ കീരേണ ഭാഷിതം. ശുകബ്രഹ്മർഷി നമുക്കത് പാടിത്തന്നു.
കലികാലത്തുള്ള ആൾക്ക് വേണ്ടി ശുകബ്രഹ്മ മഹർഷി കുറച്ച് ലളിതമാക്കി ഒരു പുണ്യനദീ തീരത്തിരുന്ന് 7 ദിവസം കൊണ്ടത് പാടിത്തന്നു. അത് മറ്റ് പുരാണങ്ങൾ പോലെയല്ല, ശാസ്ത്രം എന്നും കൂടി ഒരു വിശേഷണം കൊടുത്തു. എന്താ ശാസ്ത്രം? പല നിർവചനങ്ങളുണ്ട്. നമുക്ക് വേണ്ട പോലെ കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്ന ഗ്രന്ഥം എന്ന് അതിന് സാമാന്യമായിട്ട് പറയാം. നിർവചനങ്ങൾ കുറേയുണ്ട്. പ്രവൃത്തിർവ നിവൃത്തിർവ നിത്യേന കൃതകേന വാ പുംസാം യേനോപദിശ്യേത തച്ഛാസ്ത്രമഭിധീയതേ. വേദങ്ങളോ അതല്ലെങ്കിൽ വേദസാരമായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളോ അതുപോലെ തന്നെ നമുക്ക് പ്രവൃത്തി മാർഗമോ നിവൃത്തി മാർഗമോ എന്തെങ്കിലും മനുഷ്യൻ്റെ ആ ശരിയായിട്ടുള്ള കർത്തവ്യത്തെക്കുറിച്ച് ഉപദേശിച്ചു തരുന്നുണ്ടെങ്കിൽ അതൊക്കെ ശാസ്ത്രം എന്നതിന് പേര്. അതാണ് പ്രവൃത്തിർവ നിവൃത്തിർവ നിത്യേന കൃതകേനവ പുംസാം യേനോപദിശ്യേത തച്ഛാസ്ത്രം അഭിധീയതേ. എത്ര മനോഹരമായിട്ട് നിർവചിച്ചിരിക്കുന്നു. പ്രവൃത്തി മാർഗമോ നിവൃത്തി മാർഗമോ, കർമാസക്തന്മാർക്ക് പ്രവൃത്തി മാർഗം, കുറച്ചൊക്കെ വിരക്തി വന്നവർക്ക് നിവൃത്തി മാർഗം. എല്ലാവരും ആത്യന്തികമായിട്ട് നിവൃത്തി മാർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു തരുന്നു. ഇതാണ് ശാസ്ത്രം. ശാസിക്കുന്നത്, ഉപദേശിച്ചു തരുന്ന ഗ്രന്ഥം എന്നർത്ഥം. ഇതൊക്കെ ആമുഖമായിട്ട് പറഞ്ഞു. ശാസ്ത്രങ്ങളെ പലതായിട്ട് തിരിച്ചുണ്ട് ഗ്രന്ഥങ്ങളിൽ. ശാസ്ത്രങ്ങളൊക്കെ താമസങ്ങൾ, രാജസങ്ങൾ, സാത്വികങ്ങൾ, ന്യായശാസ്ത്രാദികളൊക്കെ ഉണ്ട്. അതൊക്കെ വാദപ്രതിവാദം ചെയ്ത് അങ്ങനെയുള്ളതാണ്. ഓരോരുത്തരും അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് മാറ്റിമറിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പം അതുകൊണ്ട് പ്രമാണം അപ്രമാണമാവും, അപ്രമാണം പ്രമാണമാവും ബുദ്ധിയുടെ ശക്തി കൊണ്ട്. അങ്ങനെയുള്ള സഭയിൽ വാദപ്രതിവാദ രൂപമായിട്ടുള്ള ഗ്രന്ഥം അതൊക്കെ താമസ ഗ്രന്ഥമായിട്ട് അവർ പറഞ്ഞേക്കണേ. കാരണം അതുകൊണ്ടൊന്നും മനഃശാന്തി കിട്ടില്ല. അതുകൊണ്ടാണ്. എന്നാൽ വേദത്തിലെ കർമ്മകാണ്ഡത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥമുണ്ട്, മീമാംസ ഗ്രന്ഥങ്ങൾ. ആ മീമാംസ ഗ്രന്ഥങ്ങളൊക്കെ രാജസമാണെന്നാണ്. കുറച്ച് തമ്മിൽ ഭേദമാണ്. ഓരോ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് കർമ്മത്തിൽ പ്രേരിപ്പിക്കുന്നു. ഇന്ന കർമ്മങ്ങളെ കൊണ്ട് ഇന്ന സ്വർഗത്തിലെത്താം, ഇന്ന സുഖം അനുഭവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് രാജസമാണ്. എന്നാൽ ശുദ്ധ വേദാന്തമാണ് ഏറ്റവും സാത്വികമായിട്ടുള്ളത്. ഈശ്വര തത്വം മാത്രം ബോധിപ്പിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ആ ശുദ്ധ തത്വം പറഞ്ഞു തരിക. കാരണം സാത്വികമായിട്ടുള്ള ഗ്രന്ഥമാണ്. ശുദ്ധ സാത്വിക ഗ്രന്ഥം. സർവവേദാന്ത സാരം ഹി ശ്രീഭാഗവതം ഇഷ്യതേ. 12ാം സ്കന്ധത്തിലെ 13ാമത്തെ അധ്യായം, അതായത് ഭാഗവതത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലെന്നർത്ഥം. സർവവേദാന്തസാരം ഹി ശ്രീ ഭാഗവതം ഇഷ്യതേ. എല്ലാ ഉപനിഷത്തുകളിലെയും വേദാന്ത സാരമാണട്ടോ. തൽ കഥാസു തു വേദാർത്ഥാഃ ശ്ലോകേ ശ്ലോകേ പദേ പദേ. കർമ്മകാണ്ഡത്തിൻ്റെ കാര്യം പറയും. അതിലുപരിയായിട്ട് ആ ജ്ഞാനകാണ്ഡത്തിൻ്റെ സാരമാണ് ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്നത്. എന്ന് മാത്രമല്ല, ഗുരുശിഷ്യ സംവാദം. കഥ എന്ന് പറഞ്ഞാൽ തന്നെ ശാസ്ത്ര ചർച്ച എന്നാണ് അതിനർത്ഥം. അതുമുണ്ട് താമസം, രാജസം, സാത്വികം. ഗുരു ശിഷ്യ സംവാദ രൂപത്തിലുള്ളതൊക്കെ കഥകളൊക്കെ സാത്വികം. അവർക്ക് ജയപരാജയ ചിന്തയില്ലല്ലോ. ശിഷ്യന് സംശയം തീരണമെന്ന് മാത്രം ഒരാഗ്രഹം. ഗുരുവിന് തൻ്റെ അടുക്ക വന്ന ശിഷ്യൻ്റെ സംശയം തീർത്തു കൊടുക്കണമെന്നും മാത്രം ആഗ്രഹം. അങ്ങനെയുള്ള ചർച്ചയാകുമ്പോൾ അവർക്കും നല്ല സന്തോഷം. അവർ തമ്മിലുണ്ടായ സംഭാഷണം ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും നന്മ കിട്ടും. അതാണ് ശുദ്ധ സാത്വികമായിട്ടുള്ളത് കഥ ശാസ്ത്ര ചർച്ച. അപ്പം അങ്ങനെയൊക്കെയുള്ളതാണ് നമുക്ക് ഒരവസരം കിട്ടിയിരിക്കുന്നത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സത്സംഗത്തെ ഒരു നിധി പോലെയാണ്
സജ്ജനങ്ങൾ പറയാറ്. സത്സംഗഃ ശേവധീഹി നൃണാം. ശേവധി എന്ന് പറഞ്ഞാൽ നിധി. സത്സംഗം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു നിധി കിട്ടുന്ന പോലെ. നമുക്ക് എല്ലാ ദിവസവും കിട്ടാറില്ലല്ലോ. അതുകൊണ്ട് തന്നെ നോക്കിയാൽ മതി. നിധി എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ. കിട്ടിയാൽ കിട്ടിയെന്നേ പറയാൻ പറ്റുള്ളൂ, അതിദുർലഭം. അതുപോലെയല്ലേ എന്നും ഭാഗവതം കേൾക്കാനോ വേദാന്ത ശ്രവണത്തിനൊക്കെ നമുക്ക് എല്ലാ ദിവസവും അവസരം കിട്ടാറില്ല. വല്ലപ്പോഴും ഇതുപോലെ കിട്ടിയാൽ കിട്ടി, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ എന്ത് മനസ്സിലാക്കണം? ഇതാണ് ഈശ്വരൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാം. അത് തന്നെ വലിയ ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടെങ്കിൽ, നല്ലത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിന് ചെറിയൊരു തെളിച്ചം വരും. അതിങ്ങനെ വീണ്ടും ഓർക്കാനായിട്ട് ശ്രവണം കഴിഞ്ഞ് മനനം ചെയ്യാൻ പറ്റും. ഇന്ധനം കൊടുക്കും തോറും അഗ്നി വർദ്ധിച്ചു വരുന്ന പോലെ അതിങ്ങനെ ആ നല്ല ചിന്തകൾ നമ്മുടെ ഉള്ളിലെ ശാസ്ത്രചിന്ത ഉള്ളിൽ വർദ്ധിച്ചു വരും. സൂര്യൻ ഉയരും തോറും ഇരുട്ട് ദൂരെ പോകുന്ന പോലെ തമോ ഗുണ രജോ ഗുണങ്ങളൊക്കെ അകന്നകന്ന് സത്വഗുണമായിട്ട് തീരും. ഇതിനാണ് സത്സംഗം. സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. അതുകൊണ്ട് എപ്പോഴും ഇതിനെ പാനം ചെയ്യേണ്ടതാണ്, ശ്രവിക്കേണ്ടതാണ് എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്കിവിടെ സഫലമായിട്ട് വരാം. അപ്പം ഇങ്ങനെയുള്ളൊരു ശാസ്ത്ര ചർച്ചയ്ക്ക് നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നു. 3-ാം സ്കന്ധം മുതലാണല്ലോ ശരിക്കും ശാസ്ത്രം ആരംഭിച്ചത്. നല്ല ഉത്തമനായിട്ടുള്ള ശ്രോതാവ് എങ്ങനെ ഉണ്ടാവണം, എങ്ങനെയുള്ള ആളാവണം, അതുപോലെ തന്നെ വക്താവിന് എന്തെല്ലാം യോഗ്യത വേണം, ഇതൊക്കെ 1-ാമത്തെ സ്കന്ധത്തിൽ 19 അധ്യായങ്ങളിൽ വിവരിച്ചു. നല്ല ജിജ്ഞാസുവായിട്ട് ഒരു ശിഷ്യൻ വന്നാൽ ആ ശിഷ്യൻ എങ്ങനെയാണ് ആ ഗുരു ഉപദേശിക്കേണ്ടതെന്ന് കാണിക്കാൻ 2-ാമത്തെ സ്കന്ധം 10 അധ്യായങ്ങൾ അതും പറഞ്ഞു. ഈ ഭാഗവതത്തിൻ്റെ ആദി വക്താവ് സാക്ഷാ നാരായണമൂർത്തി തന്നെയാണെന്ന് ചതുശ്ലോകിയായിട്ട് 4 ശ്ലോകം കൊണ്ട് 2-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായത്തിൽ ഉപദേശിച്ചു. ഇങ്ങനെല്ലാം ആ ശാസ്ത്രത്തിൻ്റെ മഹിമ പറഞ്ഞു വന്നു. അങ്ങനെ ജിജ്ഞാസുവായിട്ട് പരീക്ഷിത്ത് രാജാവ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതിനൊക്കെ മറുപടി പറയണമെങ്കിൽ 1-2 വാക്യത്തിൽ പറ്റില്ല. ലക്ഷണമൊത്ത ഒരു പുരാണം തന്നെ ഉപദേശിക്കാം എന്ന് വിചാരിച്ചാണ് ആരംഭിച്ചത്. അങ്ങനെ 3-ാം സ്കന്ധത്തിൻ്റെ ആരംഭം. അങ്ങനെ 3, 4 ഇതൊക്കെ വിദുരമൈത്രേയ സംവാദ രൂപത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് 4-ാം സ്കന്ധത്തിൻ്റെ അവസാനം പ്രിയവ്രത ഉത്ഥാനപാദ ചരിത്രം പറഞ്ഞു വരുമ്പോൾ ഉത്ഥാനപാദൻ്റെ ആദ്യം പറഞ്ഞു. പ്രിയവ്രതൻ്റെ ചരിത്രം ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി. കുട്ടിക്കാലത്ത് നാരദ മഹർഷിയുടെ ഉപദേശമനുസരിച്ച് തപസ്സിനായിട്ട് പോയി. പിന്നെ തിരിച്ചു വന്നു, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു, പ്രജാരക്ഷണം ചെയ്തുകൊണ്ടിരുന്നു. വീണ്ടും പുത്രന്മാരെ എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് തപസ്സിന് പോയി എന്ന് ഒറ്റ ശ്ലോകത്തിൽ. ഇത് കേട്ടപ്പോഴാണ് ജിജ്ഞാസുവായിട്ടുള്ള പരീക്ഷിത്ത് വീണ്ടും ചോദിക്കുന്നത്, എന്താ പ്രിയവ്രത ചരിത്രം ചുരുക്കത്തിൽ പറഞ്ഞ്? കുട്ടിക്കാലത്ത് ആരും അങ്ങനെ തപസ്സിന് പോവാറില്ല. അഥവാ പോയാൽ തിരിച്ചു വരില്ല. ഇനി അഥവാ തിരിച്ചു വന്നാലോ ഇവിടെ തന്നെ ഇങ്ങനെ എന്താണ് അനന്തര കൃത്യങ്ങളെന്ന് ചിന്തിക്കാതെ ഇവിടെ തന്നെ അങ്ങനെ ആൾക്കാർ വിഷമിക്കും, ചുറ്റിക്കറങ്ങും. ഇങ്ങനെയാണ് പതിവ്. ഇദ്ദേഹം അങ്ങനെയല്ല. തപസ്സിന് പോയി തിരിച്ചു വന്നു, ഗൃഹസ്ഥാശ്രമത്തിലിരുന്നു, പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തു. വീണ്ടും ഇതാ പരമഗതി പ്രാപിച്ചു എന്ന് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള മഹാത്മാവുകളുടെ ചരിത്രം. അതല്ലേ ഭാഗവതം. ഭഗവാനെ സംബന്ധിച്ചത് ഭാഗവതം. അതല്ലെങ്കിൽ ഭാഗവതന്മാരെ സംബന്ധിച്ച ചരിത്രം, അതും ഭാഗവതന്മാരുടെ ചരിത്രം. എല്ലാവർക്കും മാതൃകയായിട്ട് ജീവിതം നയിച്ച ആളുകൾ അവരാണ് ഭാഗവതന്മാർ, ഭക്തന്മാർ. അവരുടെ ജീവിതം കൊണ്ട് ലോകത്തിന് വലിയ ഉപകാരമായി ഉണ്ടാവും. അവർ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അവരുടെ കാലശേഷവും വന്നു ചേരും. ഇതാണ് അതിൻ്റെ പ്രത്യേകത, അവർ മഹാത്മാക്കളുടെ പ്രത്യേകത. അവരുടെ കാലശേഷം കുറേ കാര്യങ്ങൾ ഈ ലോകത്തിൽ നടക്കാൻ വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തു വച്ചാണ് അവർ ഈ ലോകം വിട്ടു പോകുക. ദേവഹൂതിയുടെ ശരീരം ഒരു നദിയായിട്ടൊഴുകി
സരസ്വതി നദിയിലെ ബിന്ദു സരസ്സിൽ ചെന്ന് ചേർന്നു എന്നൊക്കെ അവിടെ പറഞ്ഞില്ലേ? ഒരു നദി എന്ന് പറഞ്ഞാൽ എത്രയോ ജീവജാലങ്ങൾക്ക് ഉപകാരമായിട്ടുള്ളതാണ്. അപ്പോൾ ദേവഹൂതിയുടെ ആ ശരീരം നദിയായിട്ടൊഴിയെന്ന് പറഞ്ഞാൽ ആ ജീവിതം മുഴുവൻ ഈ ലോകത്തിന് വലിയ ഉപകാരമായി ലളിതമായിട്ട് സാഖ്യശാസ്ത്രം ലോകത്തിന് കിട്ടാൻ കാരണം ദേവഹൂതി ദേവിയാണ്. എല്ലാം പറഞ്ഞു തരണേ ഭഗവാനെ എന്നും പറഞ്ഞ്. ഞാനൊരു സാധാരണ ഒരാളാണ് കേട്ടോ, ഗഹനമായിട്ട് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയെ ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഭഗവാൻ ഉപദേശിക്കുന്ന രീതിയിൽ. അപ്പോൾ ദേവഹൂതിയാണ് അതിന് നിമിത്തം. അതാണ് മഹാത്മാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ലോകം വിട്ടു പോയാലും വലിയ വലിയ കാര്യം ചെയ്യുമെന്ന് പറയും. അങ്ങനെ പ്രിയവ്രതൻ്റെ ചരിത്രം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വംശം തന്നെ വർണ്ണിച്ച് കേൾക്കണമെന്ന് പറയും. പിന്നീട് ആഗ്നിധരൻ്റെ, നാഭിയുടെ, ഋഷഭൻ്റെയും പറഞ്ഞു. ഋഷഭൻ്റെ പുത്രന്മാരിലെ മൂത്ത പുത്രൻ ഭരതൻ. ഭാരതം എന്ന് ഈ ഭൂഖണ്ഡത്തിന് പേര് വരാൻ കാരണം ഭരതൻ ഭരിച്ച കാരണം. അജനാഭൻ നാമ ഏതദ്വർഷം ഭാരതമിതി യഥ ആരഭ്യ വ്യപദിശന്തി എന്ന് പറയും. ഈ ഭരതൻ്റെ രാജ്യഭാരം മുതലാണ് ഭാരതം എന്ന് പേര് വന്നിരുന്നത്. ആദ്യ ഒരു 3 അധ്യായങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം പറഞ്ഞു. 7, 8, 9 ഭരതൻ ചക്രവർത്തിയായിട്ടിരുന്നും പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് ഗണ്ഡകി നദിയുടെ തീരത്ത് വന്ന് ഈശ്വര ആരാധനയിൽ മുഴുകിയിരിക്കെ ഒരു മാനിനെ സ്നേഹിച്ച്, വെള്ളത്തിൽ കൂടെ ഒഴുകിപ്പോകുന്ന മാനിനെ കരയ്ക്ക് കയറ്റി അതിനെ പുത്രനെ പോലെ ലാളിച്ചു കൊണ്ടിരുന്ന് അതിൽ മാത്രം മനസ്സ് വച്ച് ശരീരം ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ കാലഞ്ചരം പർവ്വതത്തിൽ ഒരു മാനായിട്ട് ജനനം. മരണസമയത്ത് എന്താണോ തീവ്ര വിചാരം അതനുസരിച്ച് പിന്നത്തെ ശരീരം. അങ്ങനെ ഒരു മാനായിട്ട് ജനിച്ചു എന്നാണ്. എന്താ പഠിപ്പിക്കണത്? വളരെ ശ്രദ്ധിച്ചിരിക്കണം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അധപ്പതനം വരാൻ മനസ്സ് വല്ല വഴിക്കും നമ്മളെ കൊണ്ടുപോയി കയറാൻ പറ്റാത്ത വലിയ ഗഹനമായിട്ടുള്ള അഗാധമായിട്ടുള്ള വല്ല ഗർത്തത്തിൽ നമ്മളെ കൊണ്ട് തള്ളാം. അതാണ് ഭരതന് പോലും പറ്റിയെങ്കിൽ സാധാരണക്കാരെത്ര ശ്രദ്ധിച്ചിരിക്കണം. എപ്പോഴും മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അതിനെ മറ്റെങ്ങും പറഞ്ഞയക്കരുതട്ടോ. നിരന്തരമായിട്ട് ആത്മവിചാരം ചെയ്യൂ, ശാസ്ത്രങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കും എന്ന് പഠിപ്പിക്കാൻ. പക്ഷേ ഭഗവാനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമൊന്ന് ചെയ്തു വെച്ചാൽ അത് വെറുതെ പോവില്ല. ഇവിടെ പറയുന്നുണ്ട്, ആ മാനായിട്ടിരിക്കുമ്പോഴും പൂർവജന്മ സ്മൃതി വന്നു, താൻ ഭരതനായിരുന്നുവെന്നും ഭഗവാനെ ഭജിക്കാൻ വന്ന് അത് മറന്ന് മാനിൽ മനസ്സ് വച്ചിട്ടാണ് ഇങ്ങനെ ആയെന്ന്. ഇനി ഒന്നിനോടും ബന്ധപ്പെടരുന്ന് വിചാരിച്ചുകൊണ്ട് ആ മാൻ കാട്ടിൽ ജീവിച്ച് മരണസമയമായപ്പോൾ വീണ്ടും പുലസ്ത്യൻ, പുലഹൻ മുതലായിട്ടുള്ള മഹർഷിമാർ താമസിക്കുന്ന ആശ്രമത്തിൽ വന്ന് അവിടെ ശരീരം അപേക്ഷിച്ചു. നാരായണായ ഹരയേ നമഃ, നാരായണായ ഹരയേ നമഃ എന്നും പറഞ്ഞ് ശരീരം അപേക്ഷിച്ചു. പക്ഷെ അദ്ദേഹം വീണ്ടും ഒരു ശരീരം എടുത്തു എന്നാണ്. വേണമെന്ന് വിചാരിച്ച ശരീരം എടുക്കണേന് ഇച്ഛാപ്രാരബ്ധം എന്നാണ് അതിന് പേര്. വേണമെന്ന് വിചാരിച്ചെടുക്കുക ശരീരം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാനിനെക്കുറിച്ച് ചിന്തിച്ച് ശരീരം അപേക്ഷിച്ചപ്പോൾ ഇദ്ദേഹം ഒരു മാനായിട്ട് തീർന്നില്ലേ? എടുത്ത് വളർത്തിയിട്ടുള്ള ഭരതനെക്കുറിച്ച് ചിന്തിച്ച് ശരീരം അപേക്ഷിച്ചപ്പോൾ ആ മാനിന് ഒരു മനുഷ്യന്മം കിട്ടിയെന്നാണ്. അതാണ് രഘുഗണൻ എന്നുള്ള രാജാവായിട്ട് വന്ന സത്സംഗം കൊണ്ട് മൃഗങ്ങൾക്ക് പോലും ഉയർന്ന സ്ഥാനം. അതിവിടെ കണ്ഠത പറഞ്ഞിട്ടില്ല എങ്കിലും അങ്ങനെ ആ സത്സംഗം കൊണ്ട് പൂർവജന്മത്തിലെ മാനായിട്ടിരുന്ന് ഇപ്പോൾ രഘുഗണൻ എന്നുള്ള രാജാവ്. അതിനെ അനുഗ്രഹിക്കാൻ വേണ്ടി, മാനായിട്ടിരിക്കുമ്പോൾ രക്ഷിക്കാൻ പറ്റിയില്ല, അതിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം എടുത്ത ശരീരം, വേറെ ഒന്നിനും ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇച്ഛാപ്രാരബ്ധമായിട്ട് അതിന് വേണ്ടി എടുത്തതാണ്. അദ്ദേഹത്തിന് ഒരാൾ ബലി കൊടുക്കാൻ പോകുന്നു. ഭദ്രകാളി തന്നെ വന്ന് രക്ഷിച്ചു. പ്രത്യേകം സന്തോഷമൊന്നും ഉണ്ടായില്ല. കാരണം ഭയം ഉണ്ടെങ്കിലല്ലേ, ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാലല്ലേ പ്രത്യേകം സന്തോഷിക്കാനുള്ളൂ. എല്ലാം ഈശ്വരവിലാസമായിട്ട് നടക്കുന്ന അദ്ദേഹത്തിന് പ്രത്യേകം സന്തോഷമില്ല. വീണ്ടും സഞ്ചരിക്കുമ്പോഴാണ് രഘുഗണൻ, സിന്ധു സവ്വീര രാജ്യങ്ങളുടെ രാജാവാണ് ആ രഘുഗണൻ.
കുറേ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ അടുക്കലേക്ക് പോകുകയാണ്, കപിലാശ്രമത്തിലേക്ക് പോകുക. എങ്ങനെയാണ് ഗുരുവിൻ്റെ അടുക്കലേക്ക്, ഗുരുവിനെ എങ്ങനെ സമീപിക്കണം എന്നൊക്കെ ശാസ്ത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊന്നും ജീവിതത്തിൽ പകർത്തിയിട്ടില്ലാത്ത ആളാണ്. അങ്ങനെ പോകാം. അപ്പോൾ രാജാവാകുമ്പോൾ രാജാവിൻ്റെ രീതിയിലല്ലേ യാത്ര. ഞാൻ രാജാവാണെന്ന് അഹങ്കരിച്ചുകൊണ്ടാണ്, അഹങ്കാരം പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഭൃത്യന്മാരെ കൊണ്ടൊരു വാഹനം, പല്ലക്കെന്നുള്ള വാഹനം എടുപ്പിച്ച് നടക്കുക. അവരൊന്നും വാഹനം എടുക്കില്ല, അവരൊക്കെ വിശ്രമിക്കും. രാജാവിൻ്റെ ആൾക്കാർ വഴി കൂടെ പോകുന്ന ആളെ കൊണ്ട് വാഹനം എടുപ്പിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരോട് പൊക്കളാൻ പറയും, കൂലിയൊന്നും കൊടുക്കില്ല. പിന്നെ വേറെ ആളുകളെ കൂട്ടും. ഇങ്ങനെ ആളെ പുതിയതായിട്ട് കൂട്ടാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വന്ന് കണ്ടുമുട്ടിയത് ആരാ? ഈ ഭരതനാണ്, ഈ മഹാത്മാവാ. ഇതൊന്നും അറിയില്ല. അവർ ചിന്തിച്ചു, നല്ല പുഷ്ടമായിട്ടുള്ള ശരീരം, എത്ര വഴി വേണമെങ്കിലും നടക്കാം, എത്ര നാഴിക നടന്നാലും ക്ഷീണം വരാത്ത ആൾ. എന്നാൽ ഇയാളെ കൊണ്ട് എടുപ്പിക്കുക ഈ പല്ലക്കെന്നും പറഞ്ഞ് ആ പല്ലക്കിൻ്റെ ഒരു തണ്ട് എടുത്ത് തോളിലങ്ങോട്ട് വെച്ചു കൊടുത്തു. വേഗം നടക്കുക എന്ന്. അദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കുന്ന ആളല്ല. 4 മാസം ഗായത്രി മന്ത്രം പറഞ്ഞു കൊടുത്തിട്ട് അതുപോലും ശ്രദ്ധിക്കാത്ത ആളാണ്. അതൊന്നല്ല തൻ്റെ ജീവിത ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയ ആളാണ്. ഗ്രേഷ്മ വാസന്തികാന്മാസാൻ അധീയമാനമപ്യസമവേദരൂപം ഗ്രാഹയാമാസ. ഗായത്രി മന്ത്രം 24 അക്ഷരം പോലും ശ്രദ്ധിച്ചില്ല. ആളാണോ ശ്രദ്ധിക്കുന്നത്? വേഗം നടക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. തൻ്റെ കാലിൻ്റെ അടിയിൽപ്പെട്ട് ഒരു പ്രാണിക്കും ഒരു ഹിംസ വരാൻ പാടില്ല. അഹിംസാവ്രതം അനുഷ്ഠിച്ചുകൊണ്ടുള്ള ആളാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഉറുമ്പ് അരിച്ചു പോകണ്ടെങ്കിലോ അതങ്ങോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം എന്നിട്ടേ മറ്റേ കാല് വയ്ക്കുള്ളൂ. അങ്ങനെ നിൽക്കും. വാഹനമെടുത്ത് നടക്കുന്ന ആൾ അങ്ങനെ ആയാൽ പറ്റുമോ? മറ്റാൾക്കാരില്ല, അവരൊപ്പം നടക്കണ്ടേ. അല്ലാതെ വന്നപ്പോൾ രാജാവ് പറഞ്ഞു ഭൃത്യന്മാരെടുക്കുക, എന്താ നിങ്ങൾ വേണ്ടാത്ത പോലെ ആണല്ലോ എടുക്കണത്, വേണ്ട പോലെ എടുക്കാത്തത് എന്താ? എൻ്റെ ഉള്ളിലിരിക്കുന്ന എനിക്ക് തടസ്സമാവുണ്ടല്ലോ. രാജാവൊന്ന് കോപം ഒരു ഗൗരവമായിട്ട് പറഞ്ഞപ്പോൾ ഇവർക്കാകെ ഭയമായി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് എടുക്കുന്നത്. വയം സാധ്വേവ വഹാമഹ, എന്നാൽ അയം അധുനൈവ നിയുക്തോപി ന ദ്രുതം വ്രജതി. ഇതാ പുതിയതായിട്ട് ഞങ്ങൾ ഒരാളെ കൂട്ടിയിട്ടുണ്ട്, അവനാണ് ഈ ശല്യം ഉണ്ടാക്കണേ. ഇവൻ്റെ ഒപ്പം നടക്കാൻ പറ്റുന്നില്ല. ഇവൻ വയ്യാത്ത പോലെയൊക്കെ ഒരിക്കൽ നിൽക്കണോ, വേഗം നടക്കണോ, ഇങ്ങനെ പ്രത്യേക സ്വഭാവക്കാരൻ. ഞങ്ങൾ ശ്രദ്ധിച്ച് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അവിടുത്തെ വാഹനം എന്നും പറഞ്ഞ് വീണ്ടും നടക്കാൻ തുടങ്ങിയപ്പോൾ അതേപോലെ തന്നെ. അപ്പോഴാണ് രാജാവ് നേരിട്ട് പറയാനായിട്ട് തുടങ്ങി. പണ്ഡിതന്മാർ പറയുമ്പോൾ സാധാരണ പോലെ ആവില്ല, ചില വിശേഷങ്ങളൊക്കെ ഉണ്ടാവും, വിപരീതാർത്ഥത്തിൽ ചില അലങ്കാരങ്ങളൊക്കെ ചേർത്ത് അങ്ങനെയാവും. രാജാവ് പറയാനായിട്ട് തുടങ്ങി. അഹോ കഷ്ടം ഭ്രാതർവ്യക്തമൊരു പരിശ്രാന്ത എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. നീ വല്ലാതെ തളർന്നിരിക്കണമല്ലോ, കുറേ വഴി നടന്ന് നിനക്ക് വയ്യാണ്ടായല്ലേ, പിന്നെ ഭാരം സഹിക്കാനില്ല നിനക്ക്, പിന്നെ ഒറ്റയ്ക്കാണല്ലോ ഈ വാഹനം എടുക്കണത്, അപ്പോൾ വല്ലാതെ ഭാരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇതൊക്കെ വിപരീതാർത്ഥത്തിലാണ്. കുറേ വഴി നടന്നു എന്ന് പറഞ്ഞാലോ ഒട്ടും നടന്നിട്ടില്ല, ഇപ്പം അങ്ങോട്ട് എടുത്ത് തിറങ്ങിയിട്ടേ ഉള്ളൂ. വിപരീതാർത്ഥത്തിൽ പരിഹാസ രൂപത്തിൽ പറയാം. കുറേ വഴി നടന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും നടന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ നിനക്ക് വല്ലാതെ ഭാരം ഉണ്ടാവുമല്ലോ എന്ന് പറയും. അതും വിപരീതാർത്ഥത്തിലാണ്. നീ ഒറ്റയ്ക്കല്ല എടുക്കുന്നത്, മറ്റാളുകളുണ്ട്, അപ്പോൾ നിനക്ക് ചെറിയൊരു ഭാരമേ വരുന്നുള്ളൂ എന്നാണ് പറഞ്ഞാൽ താല്പര്യം. അപ്പോൾ കുറേ വഴി നടന്നു, പിന്നെ വല്ലാതെ തളർന്നിരിക്കുന്നു എന്നൊക്കെ വിപരീത അർത്ഥത്തിൽ. ഒറ്റയ്ക്കാണ് ഇതെടുക്കുന്നത്, കുറേ വഴി സഞ്ചരിച്ചിട്ടുമുണ്ട് ഇങ്ങനെയൊക്കെ എന്നൊക്കെ അറിയും. അതുകൊണ്ട് നേരെ നടന്നോ ഇല്ലെങ്കിൽ അതിന് ശിക്ഷ കിട്ടും എന്ന് പറയും. ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. ശിബികാം പൂർവവത് ഉവാഹ, പണ്ടത്തെ പോലെ തന്നെ എടുത്ത് പണ്ട് അതേ ഒരു മാറ്റം വരാതെ നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് രാജാവ് കുറച്ചൊന്ന് കോപിച്ച് പറയാനായിട്ട് തുടങ്ങി. വീണ്ടും ഇങ്ങനെ തടസ്സം വന്ന സമയത്ത് വീണ്ടും പറയാൻ തുടങ്ങി.
നിനക്ക് ഞാൻ കടുത്ത ശിക്ഷ തരും. എങ്ങനെയാണോ തെറ്റ് ചെയ്യുന്നവർക്ക് അന്തകൻ കഠിനമായ ശിക്ഷ കൊടുക്കണേ, അതുപോലെ നിനക്ക് ഞാൻ ശിക്ഷ തരും. അപ്പം നീ വേറെ പണ്ടത്തെ പോലെ തന്നെ ആയിട്ട് തീരും. നേരെ നടക്കും. അപ്പം നീ ആ ചികിത്സ കിട്ടിയാലേ നീ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും മറുപടി പറഞ്ഞില്ലോ. ഏവം അബദ്ധാഭിഭാഷമാനം, കുറേയും കൂടി അനർത്ഥങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതേവരാരോടും സംസാരിച്ചിട്ടില്ലാത്ത ആൾ, ഗായത്രി മന്ത്രം പോലും 4 മാസം ചൊല്ലിക്കൊടുത്തിട്ടും ഉച്ചരിക്കാത്ത ആൾ, എല്ലാവരും ചിന്തിച്ചു അതീവ മൂഢനാണ്, കേൾക്കാനും കഴിവില്ല, സംസാരിക്കാനും കഴിവില്ല, ഇങ്ങനെ ഒരു മൂഢനായിട്ടുള്ള ആളെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതേവരെ ആൾക്കാർ ചിന്തിച്ചേർന്നത്. ആദ്യമായിട്ട് സംസാരിക്കാനായിട്ട് ആരംഭിച്ചു. എന്താത്? ത്വയോദിതം വ്യക്രമവിപ്രലബ്ധം. ഇതാണ് ആദ്യത്തെ വാക്ക്. ഭർത്തുസമയസ്യാദ്യതി വീരഭാരഃ ഗന്ധുര്യതി സ്യാദധിഗമ്യമധ്വാ പീവേതിരാശൗ നവിദാം പ്രവാദഃ. കുറേ പരിഹാസമായിട്ട് വലിയ പണ്ഡിതന്മാരെ പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ട് അങ്ങ് ചിലതൊക്കെ പറഞ്ഞില്ലേ വിപരീതാർത്ഥത്തിൽ. എന്നാൽ വിപരീതാർത്ഥത്തിൽ വേണ്ട, ശരിയായിട്ടുള്ള അർത്ഥത്തിലെടുത്താലും അത് ശരിയാണ്. വിപരീതമൊന്നും വേണ്ട, അങ്ങ് പറഞ്ഞതിൻ്റെ വാച്യാർത്ഥം എടുത്താൽ തന്നെ മതി, അത് ശരിയാണെന്ന് പറയും. എന്താ അത്? ഞാനൊട്ടും നടന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞേ? ഒട്ടും നടന്നിട്ടില്ല എന്ന്. കുറേ നടന്നു എന്ന് പറഞ്ഞതിന് ശരിക്കും അർത്ഥം അങ്ങ് ഉദ്ദേശിച്ച് വിപരീത അർത്ഥമല്ല പറഞ്ഞു. ഒട്ടും നടന്നിട്ടില്ല എന്ന്. അത് സത്യ. എന്താ അത്? ശരീരത്തിനല്ലേ മാറ്റമൊക്കെ ഉള്ളേ. ആത്മാവെന്ന് പറഞ്ഞാൽ ഞാൻ ശരീരമല്ല. എല്ലാവർക്കും അറിയാം. ആബാലഗോപ വിദിത എന്നാണ് ദേവിയുടെ സഹസ്രനാമത്തിൽ. ആരെ ഏറ്റവും കൂടുതൽ അറിയാമെന്ന് ചോദിച്ചാൽ ഈശ്വരനെയാണ്. അപ്പോൾ ഈശ്വരനെ അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വസ്തുക്കളൊന്നും ഞാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ആ വസ്ത്രം ഞാനല്ല. എൻ്റെ ഗൃഹം എന്ന് പറഞ്ഞാൽ ആ ഗൃഹം ഞാനല്ല. എൻ്റെ ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം ഞാനല്ല. അപ്പം എൻ്റെ ശരീരം എന്നല്ലേ പറയണത്? അപ്പം ശരീരം ഞാനല്ല, ആത്മചൈതന്യ. അതെവിടെയാ? എല്ലാ ദിക്കിലും വ്യാപിച്ചതാണ്. ആകാശം പോലെ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന. പിന്നെ എവിടേക്കാണ് നീങ്ങണത്? ഒരാളുള്ള ദിക്കിൽ നിന്ന് ഇല്ലാത്ത ദിക്കിലേക്ക് നീങ്ങണേനാണ് ചലിക്കുക, നടക്കുക എന്ന് പറയാം. ഞാൻ ഈ ആത്മചൈതന്യമാണ്, എല്ലാ ദിക്കിലും നിറഞ്ഞതാണ്. അതുകൊണ്ട് അല്പം പോലും ഞാൻ നടന്നിട്ടില്ല. വിപരീതാർത്ഥത്തിൽ വേണ്ട, അല്ലാതെടുത്താലും ശരിയാണെന്ന് പറയും. വല്ലാതെ ഭാരം ഉണ്ടെന്ന് പറയും. അതാണല്ലോ ഭാരമില്ല എന്നർത്ഥമല്ലേ? ശരിയാ, എനിക്ക് ഭാരമൊന്നുമില്ല, ഞാനൊന്നും സ്പർശിച്ചിട്ടേ ഇല്ല. ഈ ശരീരമല്ലേ അതെടുത്തേക്കണേ, അതൊന്നും എന്നെ ബാധിക്കില്ല. ഭാരം എന്നൊന്നുണ്ടെങ്കിൽ അത് ശരീരം അതെടുത്തുണ്ടെങ്കിൽ ആ ശരീരമായിട്ട് എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അങ്ങ് ഈ പറഞ്ഞ് ശരിയാവുള്ളൂ. അതുകൊണ്ട് ഇത് യാതൊന്നുമില്ല. ആ ശരീരമായിട്ട് എനിക്ക് ബന്ധങ്ങളുമില്ല, യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് എനിക്ക് എത്തിച്ചേരേണ്ട ഒരു സ്ഥലവും ഇല്ല. കാരണം എല്ലാ ദിക്കിലും ഞാനുണ്ട്. ആത്മചൈതന്യം എല്ലാ ദിക്കിലും ഉണ്ട്, അതാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് എങ്ങും എത്തിച്ചേരാനുമില്ല. അതുകൊണ്ട് അങ്ങ് പറഞ്ഞതെല്ലാം അത്യബദ്ധമാണെന്ന്. പിന്നെ വേറെ ഒരു കാര്യം ഒരു തരത്തിലും യോജിപ്പിക്കാൻ പറ്റില്ല. നീ വല്ലാതെ ചടച്ചിരിക്കണമല്ലേ, തടിച്ചിരിക്കുന്ന അർത്ഥമല്ല. നീ വല്ലാതെ ചടച്ചിരിക്കണം, വല്ലാതെ ക്ഷീണം ഉണ്ടാവും, ഇതെടുക്കാൻ പറ്റില്ലല്ലോ, നിനക്ക് ആരോഗ്യമില്ലല്ലോ എന്നൊക്കെ പറയും. അതെങ്ങനെയും തെറ്റാ, ഒരു തരത്തിലും ശരിയാക്കാൻ പറ്റില്ല. എന്താ? വലുതാവല്, ചെറുതാവല്, തടിക്കല്, അതുപോലെ തന്നെ മെലിയലൊക്കെ, എന്തിനുള്ള ചടക്കലൊക്കെ, ഇതൊക്കെ ശരീരധർമ്മങ്ങളാ. ആത്മാവ് വലുതാവുക ചെറുതാവുക അങ്ങനെയുണ്ടോ? ആകാശം കുറേ ചെറുതായി, ആകാശം കുറേ വലുതായി, ഇപ്പം അങ്ങനെ പറയാറില്ല. എന്ന കൂട്ടത്തിൽ ആത്മചൈതന്യത്തിന് വലുതാവലോ ചെറുതാവലോ ഇങ്ങനെ വികാരങ്ങൾ യാതൊന്നുമില്ല. അതുകൊണ്ട് അത് മാത്രം ഒരിക്കലും ശരിയാവില്ല എന്നാണ്. പിന്നെ അങ്ങക്കിപ്പോൾ എന്താ വേണ്ടത്? ഇതെടുത്ത് നടക്കല്ലേ വേണ്ടൂ. പിന്നെ നീ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മരിച്ചവനെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാ വസ്തുക്കൾക്കും ഉണ്ട്. ഉണ്ടായി നിലനിന്ന് ഇല്ലാതാക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഉണ്ടാവണു പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാവണു, നിലനിൽക്കണു, ഇല്ലാതാവണം. അതെനിക്ക് മാത്രമുള്ളതല്ല. അത് ഈ അതൊക്കെ ശരീരത്തിൻ്റെയാണ്. അതാണ് എന്ന് പറഞ്ഞാൽ പറയും.
ജീവൻ മൃതത്വം നിയമേന രാജൻ എന്നും പറഞ്ഞ് അതിനൊക്കെ മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോഴാണ് ഇദ്ദേഹം സാധാരണ ഒരാളല്ല, പിന്നെ ഇത് അങ്ങ് വലിയ പ്രഭുവാണ്, രാജാവാണ്, ഞാൻ ഭൃത്യനാണ്, ഇതെടുത്ത് നടക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞേ. ഇതൊന്നും വാസ്തവത്തിൽ ഇല്ലയെന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു തോന്നലാണ്. അപ്പം ഞാൻ രാജാവായിട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കണം എന്നാണെങ്കിൽ അതൊന്നും വാസ്തവത്തിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ മനസ്സിൻ്റെ ഒരു തോന്നലാണ്, ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന്. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് അങ്ങക്ക് ഇപ്പോൾ ഇതെടുത്ത് നടക്കല്ലേ വേണ്ടൂ എന്നും പറഞ്ഞ് ഞാൻ എടുത്ത് നടക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറപ്പെട്ടപ്പോഴേക്കും ആൾക്ക് മനസ്സിലായി. കാരണം കുറേ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല. ഒരു രഘുഗണൻ ഉപാസിത വൃദ്ധ, നല്ല അറിവുള്ള ആൾക്കാരെ, ജ്ഞാനവൃദ്ധന്മാരെ ഉപാസിച്ച് ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇത് സാധാരണ ഒരാളല്ല, വലിയൊരു ജ്ഞാനിയാണ്. ജീവൻ മുക്തന്മാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ഇങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏതോ ഒരു മഹാത്മാവ് തന്നെയാണോ ഇദ്ദേഹം? സാക്ഷാൽ കപില മഹർഷി. കപില മഹർഷിയെ കാണാനായിട്ട് പുറപ്പെടുക, ശാസ്ത്ര ചർച്ച ചെയ്യാനായിട്ട്. ആ മഹർഷി തന്നെയാണോ വന്നേക്കണത്? അദ്ദേഹത്തിനെയാണോ താൻ അപമാനിച്ചേ എന്നൊരു ഭയം തോന്നി. വേഗം പല്ലക്കിൽ നിന്ന്, ആ വാഹനത്തിൽ നിന്ന് താഴെ ഇറങ്ങി ചാടി. ഭൂയോഗ ത്വരയാവരുഹ്യ ശിരസ പാദമൂലമുപസൃതക്ഷമാപയൻ വിഗത നൃപദേവസ്മയൗവാച. പെട്ടെന്ന് ഞാൻ രാജാവാണ്, ഞാൻ ശിക്ഷ തരും എന്നൊക്കെ പറഞ്ഞ ആളാ. ആ ഭാവമെല്ലാം അങ്ങോട്ട് പോയി ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടപ്പോഴേക്കും. സാധാരണ ഒരാളുടെ മുഖത്തുനിന്ന് കേൾക്കുന്നതല്ല, സർവ്വശാസ്ത്രങ്ങളിലെ സാരാ അദ്ദേഹം പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ട് കഴിഞ്ഞു. വേഗം പാദത്തിൽ നമസ്കരിച്ചു, കണ്ണുനീര് കൊണ്ട് പാദം കഴിയിച്ചു. എന്നിട്ട് പറയണം, അങ്ങ് ആരാണ്? ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് അവനവൻ്റെ രൂപം വ്യക്തമാക്കാതെ ഇങ്ങനെയൊക്കെ നടക്കല്ലേ? എവിടെയുള്ള ആളാണ്? ആരുടെ പുത്രനാണ്? എന്തിനാണ് ഇവിടെ വന്നത്? സാക്ഷാൽ കപില മഹർഷി തന്നെയാണോ എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് നാഹം വിശങ്കേ സുരരാജവജ്രാത് നേത്രക്ഷശൂലാന്നയമസ്യ ദണ്ഡാത്. എനിക്ക് ഇന്ദ്രൻ്റെ വജ്രായുധത്തിൽ നിന്നോ അതുപോലെ തന്നെ ഹരൻ്റെ ശൂലത്തിൽ നിന്നോ യമൻ്റെ ദണ്ഡത്തിൽ നിന്നോ വരുണപാശത്തിൽ നിന്നോ എനിക്ക് ഭയമില്ല. അവിടുന്നൊക്കെ ഒരു ആപത്ത് വന്നാൽ ഗുരുനാഥ എന്ന് പറഞ്ഞൊരു ഗുരുവിനെ ചെന്ന് ശരണം പ്രാപിച്ചാൽ ഗുരുവിനെ രക്ഷിക്കാൻ പറ്റും. എന്നാൽ ഒരു മഹാത്മാവിനെ, ഒരു സജ്ജനത്തെ, ഗുരുവിനെ നിന്ദിച്ച് അതുകൊണ്ടുണ്ടാവുന്ന പാപമുണ്ടല്ലോ, അതിൽ നിന്ന് കരകയറാൻ യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് ബ്രഹ്മകുലാവമാനാത്, ഇത്രയും വലിയൊരു അറിവുള്ള ഒരാളെ അവമാനിച്ചാൽ ഉണ്ടാകുന്ന ഭയം അത് സഹിക്കാൻ കഴിയാത്തതാണ്, പരിഹാരമില്ലാത്ത കർമ്മമാണ്. അതുകൊണ്ട് എൻ്റെ വിഷമങ്ങളൊക്കെ തീർത്തു തരണേ, അങ്ങ് ആരാണ് എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് തന്നെ. വചാംസി യോഗഗ്രഥിതാനി, അങ്ങ് പറഞ്ഞ ശാസ്ത്രതത്വങ്ങളാണ്, ആർക്കും അതിനെ നിഷേധിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള തത്വങ്ങളാണ് അങ്ങ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാം പറഞ്ഞെന്ന് വിഷമമെല്ലാം തീർക്കണേന്ന് പറഞ്ഞു. ഞാനും എന്തിനു പുറപ്പെട്ടതാ? രഘുഗണം പറയാ, അഹഞ്ച യോഗേശ്വരം ആത്മതത്വവിദാം മുനീനാം പരമം ഗുരും വൈ പ്രഷ്ടും പ്രവൃത്തക്കിമഹാരണം തത് സാക്ഷാത് ഹരിം ജ്ഞാനകലാവതീർണം. ഈ ലോകത്തിന് മുഴുവൻ ദുഃഖമില്ലാതാക്കാനായിട്ട്, ഈ സംസാര സാഗരത്തിന് ജ്ഞാനമാകുന്ന ഒരു നൗക, ഒരു തോണി സമ്മാനിച്ച് ആ കപില മഹർഷിയെ കണ്ട് ചില കാര്യങ്ങൾ അറിയാൻ ഞാൻ പുറപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കണം. ലോകത്തെ കണ്ടറിയാനായിട്ട്, താൻ ആരാന്ന് തിരിച്ചറിയാതിരിക്കാൻ അവ്യക്തലിംഗ, ഇങ്ങനെയൊക്കെ അങ്ങ് വേഷം മാറിക്കൊണ്ട് സഞ്ചരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മഹാത്മാവാണ് അങ്ങ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. പിന്നെയും ചോദിക്കണോ, ദൃഷ്ടാഹ ആശ്രമാഹ, ശിക്ഷ തരുന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനും മറുപടി പറഞ്ഞു. അപ്പം തന്നെ ഞാനൊരു ജ്ഞാനിയാണെങ്കിൽ, ശരീരാഭിമാനമില്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങയുടെ ഈ ശിക്ഷ
ഒരു പ്രയോജനമില്ല. അങ്ങക്ക് ഈ ശരീരത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നല്ലേ ഉള്ളൂ, അതൊന്നും എന്നെ ബാധിക്കില്ല. അല്ല, ഞാൻ ഒരു മൂഢനാണെങ്കിലോ, അങ്ങ് ഈ ശരീരത്തെ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? മൂഢന്മാരെ കുറെ ഉപദ്രവിച്ചു വെച്ചിട്ട് അവർക്ക് വിവേകം ഉണ്ടാവുമോ? അപ്പം അങ്ങയുടെ എല്ലാ പ്രവൃത്തിയും നല്ല ശിക്ഷ തരുന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങയുടെ എല്ലാ പ്രവൃത്തിയും പിഷ്ടപേഷണം പോലെ ഇരിക്കും. പൊടിച്ച് തന്നെ വീണ്ടും പൊടിക്കൽ, അരച്ചത് തന്നെ വീണ്ടും അരച്ച പോലെ പ്രയോജനമില്ലാത്തതാണ്. ഞാൻ മൂഢനാണെങ്കിലും വലിയ ജ്ഞാനിയാണെങ്കിലും അങ്ങയുടെ പ്രവൃത്തികളെല്ലാം വെറുതെ ആയിട്ട് തീരും, നിഷ്ഫലമായിട്ട് തീരും എന്ന് പറയും. എന്ന് പിന്നെ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് പാദത്തിൽ നമസ്കരിച്ച് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അങ്ങയുടെ ഇതൊന്നും എന്നെ ബാധിക്കില്ല. അല്ല, ഒരു മഹാത്മാവിനെ അവമാനിച്ചുകൊണ്ട് വരുന്ന വിഷമങ്ങൾ അതൊന്നും ബാധിക്കില്ല എന്ന് പറയും. അപ്പോഴാണ് ദൃഷ്ടാഹ ശ്രമഃ കർമ്മത ആത്മനോ വൈ, അങ്ങ് തീർത്ത് നടന്നു, അങ്ങയ്ക്ക് ഭാരമൊന്നുമില്ല, വിഷമം അങ്ങേ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ, അതെനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല ഗുരുനാഥ എന്ന് പറഞ്ഞു. എന്താ അത്? എനിക്ക് ശരീരം കൊണ്ട് പ്രവൃത്തി ചെയ്യുമ്പോൾ, യുദ്ധാദികൾ ചെയ്യുമ്പോൾ ക്ഷീണം വരാറുണ്ട് എൻ്റെ ശരീരത്തിന്. അതുപോലെയുള്ള ശരീരമല്ലേ അങ്ങയുടെ ശരീരവും. അപ്പോൾ എനിക്കുള്ള പോലെ അങ്ങയ്ക്ക് അത് വന്നു ചേരും. അത് വരുണ്ടാവില്ല എന്ന് ചോദിക്കുക. അത് ചോദിക്കാൻ കാരണമുണ്ട്. ഒരു പാത്രം, അതിൽ കുറച്ച് വെള്ളമൊഴിച്ചു, കുറച്ച് അരി ഇട്ടു, താഴെ തീ കത്തിച്ചിറങ്ങിയാൽ ആ ചൂട് പാത്രത്തെ ബാധിക്കുന്നു. പാത്രം ചൂടായി ജലത്തെ ചൂടാക്കുന്നു, ആ ജലം ചൂടായി അതിലിട്ട അരിയെ വേവിക്കുന്നു. ഇതുപോലെ ഈ ശരീരത്തെ ചെയ്യുന്ന, ശരീരത്തിന് എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ആത്മചൈതന്യത്തെ, ആത്മതത്വത്തെ അത് ബാധിക്കില്ലേ? അങ്ങേ മാത്രം ബാധിക്കില്ല എന്ന് പറഞ്ഞു. എങ്ങനെയാ അത് എന്നെ ബാധിക്കണ്ടല്ലോ? അങ്ങേ ബാധിക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? ഇനി അഥവാ അതങ്ങേ പിന്നെ ഞാനൊരു ഇതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ച ഇതൊക്കെ വ്യാവഹാരിക സത്ത എന്നാണ് ഇതിന് പറയാം. ഞാൻ ഇതിനൊക്കെ ശാസിക്കുന്ന ആളാണ്, രാജാവാണ്, ശാസ്ത അഭിഗോപ്ത നൃപതിഹി പ്രജാനം എന്നൊക്കെ പറഞ്ഞില്ലേ, അതും മിഥ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം രാജാവിൻ്റെ കർത്തവ്യമല്ലേ അതൊക്കെ. പ്രഭുവായിട്ടിരിക്കൽ, തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കൽ, പ്രജകളെ നേർവഴിക്ക് നടത്തൽ എന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ട് ഇങ്ങനെ പല പല സംശയങ്ങളുണ്ട്. എല്ലാം തീർത്ത് തന്ന് അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. ഞാൻ അങ്ങേ അധിക്ഷേപിച്ചൊന്നും അങ്ങേ ബാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങേ ബാധിച്ചില്ലെങ്കിൽ അത് എന്നെ ബാധിക്കും. മഹാത്മാക്കളെ ദ്രോഹിക്കാൻ പുറപ്പെട്ടാൽ മഹാത്മാക്കൾക്ക് വിഷമമൊന്നും വരില്ല. പക്ഷെ ആരാണോ ദ്രോഹിക്കാൻ പുറപ്പെടുന്നത് അവർക്കതിൻ്റെ വല്ലാത്ത വിഷമം വരും. അതുകൊണ്ട് ഇത്രയും വലിയൊരു ഗുരുനാഥനായിട്ടുള്ള, ഇത്രയും വലിയ ജ്ഞാനിയായിട്ടുള്ള അവിടുത്തെ ഞാൻ അധിക്ഷേപിച്ചത്, അതുകൊണ്ട് ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്നും പറഞ്ഞ് വീണ്ടും പാദത്തിൽ നമസ്കരിച്ചു. എല്ലാ സംശയങ്ങളും തീർത്തു തരണേ എന്നും പറഞ്ഞ് വീണ്ടും. അപ്പം എങ്ങനെയാണോ ഒരു ഗുരുവിനെ സമീപിക്കേണ്ട അതുപോലെ ആയിത്തീർന്നു. അത്ര നല്ല പാകത വന്നു. സാധാരണ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഗുരു മറുപടി പറയാറില്ല. നല്ല ജിജ്ഞാസുവായിട്ട് ചെന്ന് നമസ്കരിച്ച് തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്നൊക്കെ പറഞ്ഞ് നമസ്കരിച്ച് അങ്ങനെ ജിജ്ഞാസുവായിട്ട് ചോദിച്ചാലേ ഗുരുവിന് ഉത്തരം പറയേണ്ടതുള്ളൂ. ഇതാണ് നിയമം. അതാണ് ചോദിച്ചാലേ പറയണ്ടു. നച അന്യായേന പൃച്ഛതഃ നാപൃഷ്ടാഃ കസ്യചിത് ബ്രൂയാത് ന അന്യായേന പൃച്ഛതഃ. ചോദിക്കാതെ ഒരാളെ വിളിച്ച് ഞാൻ ചിലത് പറഞ്ഞുതരാം എന്ന് ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഒന്നാമത്. രണ്ടാമതോ, ചോദിച്ചതിന് മുഴുവൻ മറുപടി പറയേണ്ടതില്ല. ജിജ്ഞാസുവായിട്ടാണോ ശിഷ്യൻ ചോദിക്കണമെന്ന് അറിഞ്ഞിട്ട് വേണം. ജിജ്ഞാസയില്ലാണ്ട് വെറുതെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പറയേണ്ടതില്ല എന്നാണ് നിയമം. എന്നാൽ ചില ഗുരുക്കന്മാരുണ്ട് അങ്ങനെയല്ല. എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത ചോദിച്ചാലും അവന് വേണ്ട ഉപദേശം കൊടുത്ത ആളെ നന്നാക്കി കൊണ്ടുവരും. അങ്ങനെയുള്ള അപാര കരുണാമൂർത്തികളുണ്ട്. അതുപോലെയാണ് ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചതെന്നുണ്ടെങ്കിലും അതിനൊക്കെ നേരാക്കിയെടുത്ത് വ്യാഖ്യാനിച്ച് മറുപടി പറയാനായിട്ട് ആരംഭിച്ചു. അകോവിദ കോവിദവാദവാദൻ വദസി. അങ്ങ് അറിവില്ലാത്ത ആളാണ്. എന്താ അറിഞ്ഞല്ലേ, ലോകകാര്യങ്ങൾ ചിലതൊക്കെ അറിയാം. തത്വജ്ഞാനം അങ്ങക്കില്ല. ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതായിട്ട്, ഇല്ലാത്തൊക്കെ മിഥ്യയായിട്ടുള്ളതിനെ സത്യമായിട്ട് കരുതി
അതിനെ സ്ഥാപിക്കാൻ ചില യുക്തികളൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ സ്ഥാപിക്കാൻ നോക്കുക. അറിവുള്ളവരങ്ങനെ ചെയ്യാറില്ല. അറിവുള്ള ആൾക്കാർ ന സൂരയോ ഹി വ്യവഹാരമേനം തത്വാവമരിശേന സഹാമനന്തി. ഈ പ്രപഞ്ച വ്യവഹാരങ്ങളെ, ലോകവ്യവഹാരങ്ങളെ ആരും സത്യമായിട്ട് പറയാറില്ല. എങ്ങനെയാണ് പറയാറ്? സ്വപ്ന സദൃശമായിട്ട്. സ്വപ്നത്തിൽ പലതും കാണുന്നു, ഉണർന്നു കഴിഞ്ഞാൽ അതൊന്നും ഇല്ലല്ലോ. ഇതുപോലൊരു വ്യവഹാരം ഒരു ലോകവ്യവഹാരമായിട്ട് പറയാറേ ഉള്ളൂ, താൽക്കാലികമായിട്ടുള്ള പറയുള്ളൂ, സ്ഥിരമായിട്ടില്ല. കാരണം ഉണർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ജാഗ്രത അവസ്ഥയിലുള്ള ഈ വ്യവഹാരം ഒന്നും സ്വപ്നത്തിലില്ല, സ്വപ്നത്തിലുള്ളതൊന്നും സുഷുപ്തിയിലും ഇല്ല. അപ്പം നിത്യമല്ല. സത്യമാണെങ്കിൽ അങ്ങനെ വേണം. സത്യം എന്ന് പറഞ്ഞാൽ 3 കാലത്തും ഒരുപോലെ മാറ്റം വരാതെ നിൽക്കണം. ഇതാണ് സത്യം പരം ധീമഹി എന്നില്ല. ആദ്യം സത്യം എന്ന് പറഞ്ഞാൽ എന്താ? 3 കാലത്തും മാറ്റം വരാതെ ഒരേപോലെ നിൽക്കുന്നത് ത്രികാല അബാധിതം സത്യം. ഇതാണ്. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഈ ജാഗ്രത അവസ്ഥയിലുള്ളത് ഈ ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ കിടന്നാൽ ഇതൊക്കെ ഇല്ലാണ്ടായി. അപ്പോൾ സത്യമാണോ പ്രപഞ്ചം? അല്ല. സ്വപ്നത്തിൽ കണ്ട പദാർത്ഥങ്ങൾ ആരെങ്കിലും സത്യമായിട്ട് ആരും വ്യാഖ്യാനിക്കാറില്ല. അതിനെക്കുറിച്ച് ഓർക്കും, പക്ഷെ സത്യമായിട്ട് അറിവുള്ളവരില്ല. അങ്ങിപ്പോൾ എന്താ ചെയ്യണത്? ഈ പ്രപഞ്ച വ്യവഹാരം മുഴുവൻ സത്യമായിട്ടാണ് അങ്ങ് കരുതുന്നത്. അതുകൊണ്ട് എന്തുണ്ട്? അങ്ങ് സജ്ജനങ്ങളുടെ സഭയിൽ അങ്ങയ്ക്ക് സ്ഥാനമില്ല. എന്നാൽ വേദത്തിൽ തന്നെ അതിൽ കർമ്മകാണ്ഡത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അതും അത്ര നന്നായിട്ട് സത്യമായിട്ട് ആൾക്കാർ പറയാറില്ല. വേദവാക്കായിട്ട് കാര്യമില്ല. കർമ്മകാണ്ഡത്തിൽ പോലും അത് ക്രമത്തിൽ ജ്ഞാനകാണ്ഡത്തിലേക്കുള്ള മാർഗമാണ്, അത് സ്വീകരിക്കണം. ഇതൊന്നും പറയാറില്ല. അങ്ങിപ്പോൾ എന്തുണ്ട്? ഈ വിവേകമില്ലാത്തവർക്ക് പ്രപഞ്ചം ഉണർന്നിരിക്കുമ്പോഴത്തെ ഒരു തോന്നലാണ്, മനസ്സിൻ്റെ ഒരു തോന്നലാണെന്ന് അറിഞ്ഞ് ശരിയായിട്ടുള്ള സത്യം കണ്ടുപിടിക്കാനായിട്ട് നല്ല ഗുരുനാഥനെ സമീപിച്ച് അതിനു വേണ്ടി പ്രയത്നിക്കണില്ലെങ്കിലോ അവർക്ക് എത്ര വേദാന്ത വാക്യം കേട്ടിട്ടും കാര്യമില്ല. തത്വമസി മുതലായിട്ടുള്ള വാക്യങ്ങൾ, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ മുതലായിട്ടുള്ള വേദാന്ത വാക്യങ്ങളുണ്ടല്ലോ, മഹാവാക്യങ്ങൾ, ഒരു 10,000 പ്രാവശ്യം കേട്ടാലും അവർക്ക് വിവേകം ഉണ്ടാവില്ല. കാരണം എന്താ? ഈ കാണുന്നതൊക്കെ സത്യമാണ്, സത്യമാണെന്ന് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലോകവ്യവഹാരം സത്യമാണെന്ന്. പിന്നെ എങ്ങനെയാണ് ബോധം ഉണ്ടാവുന്നത്? ഇത് സ്വപ്നസദൃശമായിട്ടല്ലേ വേദാന്ത ഗ്രന്ഥങ്ങളിൽ ഉപനിഷത്തുകൾ പറഞ്ഞു തരുന്നതാണ്. എത്ര കാലം മനസ്സ് രജോ ഗുണ തമോ ഗുണ സത്വഗുണത്തോടു കൂടി ഇരിക്കുന്നുവോ അത്രയും കാലം പുണ്യ പാപ മിശ്രങ്ങളായിട്ടുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. ആ കർമ്മം ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് ഉച്ചങ്ങളും നീചങ്ങളായിട്ടുള്ള അനേകം ശരീരമെടുത്ത് ഈ പ്രപഞ്ചത്തിലെ ജനന മരണത്തിൽപ്പെട്ട് അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഈ മനസ്സുള്ളിടത്തോളം കാലം. ഇതാണ് അത്. സവാസനാത്മാ, അനേക ജന്മ കർമ്മവാസനകൾ നിറഞ്ഞിട്ടുള്ളതാണ് ഈ മനസ്സെന്ന് പറഞ്ഞാൽ. അതനുസരിച്ച് അതിങ്ങനെ പലതായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദുഃഖം സുഖം വ്യതിരിക്തഞ്ച തീവ്രം, ഇങ്ങനെ കൂടിച്ചേർന്ന് പലതായിട്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മനസ്സിനെ ആശ്രയിച്ച് സംസാരം അത് ജീവാത്മാവിനെയും അത് ബാധിക്കുന്നു എന്നറിയും. ഇതാണ് വാസ്തവത്തിലുള്ളതെന്ന് പറയും. അത് ബന്ധകാരണമായ. അപ്പോൾ ഈ മനസ്സാണ് ഇതിൻ്റെയൊക്കെ മൂലമായിട്ട് ഈ അനർത്ഥങ്ങളെല്ലാം ഉണ്ടാക്കി തീർക്കുന്ന മനസ്സ്. എന്നാലോ ആ മനസ്സ് തന്നെ നമ്മുടെ എല്ലാം അനർത്ഥം ഇല്ലാതാക്കാൻ അത് തന്നെ മതിയെന്നാണ്. എങ്ങനെയത്? ഗുണാനുരക്തം വ്യസനായ ജന്തോഹോ. ഈ ത്രിഗുണാത്മകമായിട്ട് മനസ്സ് ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പുണ്യപാപകർമ്മങ്ങൾ ചെയ്ത് പലതും ശരീരങ്ങളെടുത്ത് അനുഭവിക്കുന്നു. എന്നാൽ ഈ മനസ്സ് തന്നെ നിർഗുണമായിട്ട് തീർന്നാലോ? എന്നാൽ ക്ഷയമായ എന്ന മോക്ഷത്തിനും കാരണമായി. മന ഏവ മനുഷ്യാനാം കാരണം ബന്ധമോക്ഷയോഹോ. അപ്പം എന്ത് വേണം? ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഗുണങ്ങളാണ്. മനസ്സിനെ നിർഗുണമാക്കി തീർക്കണം. അതിനെന്ത് വേണം? അപ്പം ഈ അനുഭവങ്ങളൊക്കെ വാസ്തവത്തിൽ ഉള്ളതല്ലേ? അല്ല, തോന്നലാം. എന്തെങ്ങനെയാ അതറിയാം? യഥാ പ്രദീപോ ഘൃതവർത്തിമശ്നൻ. അഗ്നി ഇന്ധനത്തിൽ പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുക. ഇന്ധനത്തിൽ കൂടെ അഗ്നിയെ കാണാൻ പറ്റുള്ളൂ. ഇന്ധനത്തിലിരിക്കുമ്പോൾ അഗ്നി എങ്ങനെയാ? അതിന് ആകൃതിയുണ്ട്. നീളത്തിലാണ് ഇന്ധനം എന്നുണ്ടെങ്കിൽ നീളത്തിൽ.
അപ്പം അതിന് പുകയുണ്ടോ ഒക്കെ ഉണ്ട്. അഗ്നിക്ക് വാസ്തവത്തിൽ പുകയുണ്ടോ? ഒന്നുമില്ല. ഇന്ധനത്തോട് ചേരുമ്പോൾ മാത്രമാണ് അതിന് പുകയൊക്കെ ഉള്ളത്. ആ ജ്വാലയും പുകയൊക്കെ ഇന്ധനത്തോടു കൂടി ചേരുമ്പോഴാണ്. അതില്ലെങ്കിലോ പഞ്ചഭൂതങ്ങളിലൊന്ന് മഹാഭൂതമായിട്ട് എല്ലാത്തിലും വ്യാപിച്ചിരിക്കും. അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ മനസ്സിന് ഈ ശരീരത്തോടു കൂടി ചേരുമ്പോഴാണ്, മനസ്സൊക്കെ കൂടി വരുമ്പോഴാണ് ഈ എല്ലാ അനർത്ഥങ്ങളും വരണമെന്ന് പറയും. അപ്പോൾ പദം തഥാ ഗുണകർമ്മ അനുബദ്ധം. അപ്പോൾ വാസ്തവത്തിൽ ഇതില്ലാത്തതാണ്. ഈ വിഷയാനുഭവങ്ങൾക്കും വിഷയക്ലേശങ്ങൾക്കും സംസാരക്ലേശങ്ങൾക്കും കാരണം ഗുണങ്ങളാണ്. നിർഗുണമായാൽ അതേ മനസ്സ് തന്നെ നമുക്ക് ആ തത്വം ബോധം ഉണ്ടാക്കി തീർക്കാനും പറ്റുമെന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ പ്രപഞ്ചം സത്യമല്ലേ എന്ന് ചോദിച്ചാൽ, സൂക്ഷ്മമായിട്ട് വിചാരിക്കാണ്ടിരിക്കുമ്പോൾ ചിന്തിക്കാതിരിക്കുന്നവർക്ക് സത്യമാണ്. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഈ പ്രപഞ്ചാനുഭവങ്ങളൊന്നും സത്യമല്ല എന്ന് പറയും. അതൊക്കെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അറിയാം. അപ്പം അങ്ങ് രാജാവാണ് ശിക്ഷിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? ഈ രാജപദവി അങ്ങ് ജനിക്കുമ്പോൾ തന്നെ രാജാവാണോ? അങ്ങക്ക് എന്തോ ശത്രുക്കളൊക്കെ ജയിച്ച് ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റണോ? അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം അങ്ങ് ഞാൻ രാജാവാണ്, സിന്ധു രാജ്യങ്ങളിലെ രാജാവെന്ന് പറഞ്ഞിരിക്കുന്നു. ശത്രുക്കൾ അങ്ങേ പിടിച്ച് തടവിലിട്ടാലോ? അങ്ങ് എന്താ പറയാ? ഞാൻ തടവുകാരനാന്ന് പറയേണ്ടി വരും. ഇപ്പം ഞാൻ രാജാവെന്ന് പറയണ ആള് നാളേക്ക് മാറ്റം വരാം. ശത്രുക്കളിൽ ഞാൻ ഇന്ന് തടവുകാരനാന്ന് പറയേണ്ടതായിട്ട് മാറി വരും. ഇത് ലോകത്തിൽ കാണാറില്ലേ? അപ്പോൾ ഈ സ്ഥാനമാനങ്ങളൊക്കെയോ ഇതൊക്കെ വ്യാവഹാരികമാണ്, കൽപ്പിതങ്ങളാണ്. ഇതിലൊന്നും അഹങ്കരിക്കരുത്, സത്യത്വബോധം ഉണ്ടാവരുത്. എന്നാൽ സ്ഥാനമാനാദികൾ കിട്ടിയാൽ എന്തു വേണം? അവിടെ ഇരുന്നുകൊണ്ടും ഭഗവാനെ അവിടുന്നല്ലേ എന്നെ ഈ സ്ഥാനത്തിരുത്തിയേക്കണത് എന്ന് ചിന്തിച്ച് ആ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് അത് ഈശ്വരാരാധനയാക്കി മാറ്റിക്കഴിഞ്ഞാലോ എന്നാൽ അനർത്ഥങ്ങൾ വരില്ല. അവിടെ ഇരുന്നു കൊണ്ടും ആ ശരിയായിട്ടുള്ള തത്വബോധം മനുഷ്യനുണ്ടാവും. ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന് പറയും. ഇതിനാണ് മനുഷ്യന്മം തന്നേക്കുന്നത് ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഇതൊക്കെ ആ ക്ഷേത്രജ്ഞനായിട്ടുള്ള ഈശ്വര ചൈതന്യം അത് തന്നെയാണ് താൻ എന്ന് ബോധം വരാനാണെന്ന് പറയും. ആ ഈശ്വര തത്വമാണ് എല്ലാ ദിക്കിലും ഇരുന്ന് ഇതിനെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാത്? പ്രാണനാണല്ലോ ഈ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാണൻ നിലനിർത്തുന്നത് ഈ ശരീരത്തെ പ്രാണനാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാണൻ ഏതാ? പുറമേയുള്ള വായു തന്നെ ഉള്ളിലും. പക്ഷേ 5 പ്രവൃത്തി ചെയ്തപ്പോൾ അതിന് 5 പേരിട്ടു. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ എന്നൊക്കെ പുറമേയുള്ള വായു തന്നെയാണ്. ഉള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുന്ന പോലെ എല്ലാത്തിലും പ്രവേശിച്ചുകൊണ്ട് ആ പരമചൈതന്യം എന്താണ്? ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാത്തിനും കാരണമായിട്ട് നിൽക്കുന്നത് എന്നുള്ളു. ഇത് അറിയണം. ഇതെപ്പോഴാണ് അറിയാൻ പറ്റും? ഇത് ശരിയായിട്ടുള്ള ജ്ഞാനം ഗുരുവിനെ പ്രാപിച്ച് ശരിയായിട്ടുള്ള ഈ ജ്ഞാനം ഉണ്ടാവുന്നത് വരെ വിമുക്തസംഗോ ജിത ഷട്സപത്ന. ജ്ഞാനമുണ്ടായി വിഷയവിരക്തി വന്ന് മനസ്സ് ഉൾപ്പെടെയുള്ള ഈ 6 ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ കീഴൊതുക്കി അതിനെയൊക്കെ കീഴപ്പെടുത്തി അവിദ്യയെ ഇല്ലാതാക്കി എത്ര കാലമാണോ ആത്മസ്വരൂപത്തെ സാക്ഷാത്കരിക്കാതിരിക്കുന്നത് അത്രയും കാലം ജനനം പുനരപി മരണം എന്ന് ജീവൻ വിഷമിച്ചുകൊണ്ടിരിക്കും. ഇല്ലാത്തതാണെങ്കിലും അതിങ്ങനെ അനുഭവം വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്തു വേണം? അതുകൊണ്ട് ഈ അനർത്ഥങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ള ഈ മനസ്സിനെ ഭഗവത്പാദ സേവയാകുന്ന അസി കൊണ്ട് ആയുധം കൊണ്ട് മുറിച്ച് കളഞ്ഞ് സുഖമായിട്ടിരിക്കുമോ എന്ന് പറയും. ഇത്രയും കൂടെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി വേഗം നമസ്കരിച്ചു. ജ്ഞാനസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ അവിടത്തേക്ക് നമസ്കാരം. ലോകത്തെ അനുഗ്രഹിക്കാനായിട്ട് ഈ രൂപമെടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന വലിയ ജ്ഞാനിയായിട്ടുള്ള അവിടത്തേക്ക് നമസ്കാരം. എല്ലാം പറഞ്ഞു തരണേന്ന അങ്ങയുടെ ഈ വാക്ക് ജ്വരാമയാർത്ഥസേധാഗതം സ്യാദം. വല്ലാതെ ദാഹിച്ചിരിക്കുന്നവർക്ക് നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെ രോഗിക്ക് നല്ല ഔഷധം കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽപ്പെട്ട് ഈ അഹങ്കാരമാകുന്ന സർപ്പത്താൽ കടിക്കപ്പെട്ട് വിവേകം നഷ്ടപ്പെട്ടിരിക്കുന്ന എനിക്ക് അങ്ങയുടെ ഈ വാക്കുകൾ ഒരു ദിവ്യ ഔഷധം പോലെ
അത് തോന്നുന്നു, വലിയ സന്തോഷമായി. വീണ്ടും ചില സംശയമുണ്ട്, പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അതൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഈ പ്രപഞ്ച കാര്യങ്ങളൊന്നും സത്യമല്ല, മിഥ്യയാണെന്നൊക്കെ പറഞ്ഞുല്ലോ, അതങ്ങനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയും. എന്താ അത്? പ്രപഞ്ചം മിഥ്യയാണെന്നൊക്കെ അനുഭവമില്ല എന്നാ ചോദിക്കുക. ഇവിടെ പറഞ്ഞു, സകല പദാർത്ഥങ്ങളും ഇല്ലാത്തതാണ് മിഥ്യയാണെങ്കിൽ, ഒരു ഘടം, ഒരു കുടം എന്ന് പറഞ്ഞാൽ ഒരു പാത്രം, അത് മിഥ്യ എന്ന് പറയേണ്ടി വരും. പക്ഷേ കുറച്ച് വെള്ളം കൊണ്ടുവരണമെങ്കിലോ ഒരു പാത്രം വേണം. മിഥ്യയായിട്ടുള്ള പാത്രം കൊണ്ട് എങ്ങനെയാണ് വെള്ളം കൊണ്ടുവരിക? അപ്പോൾ ഉണ്ടെന്നല്ലേ എൻ്റെ താല്പര്യം. എന്നാൽ തീരെ ഇല്ലാത്തതുണ്ട്. മുയലിൻ്റെ കൊമ്പ്, അത് തീരെ ഇല്ലാത്തതാണ്, ശശവിഷാണം എന്ന് പറയും. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങൾ മിഥ്യ എന്ന് പറയാൻ പറ്റില്ല. കുടം കൊണ്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മിഥ്യയാണോ എന്നൊക്കെ ചില യുക്തി വെച്ച് ചോദിക്കുക, ശാസ്ത്രങ്ങളിൽ പറയണ യുക്തി വെച്ച്. ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില സംശയങ്ങളുണ്ട് തീർത്താനെന്ന് പറഞ്ഞു. അവ പറഞ്ഞു, വാസ്തവത്തിൽ അപ്പോൾ ഈ കാണുന്ന ശരീരം എന്നൊക്കെ പറഞ്ഞു, ഈ കാണുന്ന ശരീരം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ രാജാവല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങ് ഭൃത്യനല്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ്, അപ്പോൾ ഈ ശരീരം അങ്ങ് സത്യമായിട്ടല്ലേ വിചാരിക്കണേ? അതിനെയൊക്കെ ഒന്ന് വേറെ തിരിച്ച് നോക്കുക, ഓരോ അവയവങ്ങളായിട്ട്. അപ്പോൾ എവിടെ? ജാനൂരു മധ്യോരശിരോധരാംസാഹ, കണങ്കാല്, മുട്ട്, തുട, അതുപോലെ തന്നെ മധ്യപ്രദേശം, ഉരസ്, കഴുത്ത്, കണ്ഠം, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ശിരസ്സൊക്കെ ആയിട്ട് വിഭജിച്ചാലോ, ഓരോ അവയവങ്ങളായിട്ട് വിഭജിച്ച് നോക്കുമ്പോൾ എവിടെ ശരീരം? ശരീരമേ ഒന്നുമില്ല എന്ന് മനസ്സാവും. ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു പേരാണ് ശരീരം എന്ന് മനസ്സാവും. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇപ്പം ശരീരമില്ലേ, കാണാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഓരോ അവയവമായിട്ട് വിഭജിച്ച് കഴിഞ്ഞാൽ ഇതില്ലാത്തതാണ്, അസത്യമാണെന്ന് ബോധം വരും. ഇങ്ങനെയാണ് ഓരോന്നും. മണ്ണ് കൊണ്ട് കുറേ പാത്രം ഉണ്ടാക്കുന്നു, പാത്രം സത്യമല്ല, അതില്ലാതാവും, മണ്ണ് മാത്രമേ സത്യമുള്ളൂ. സ്വർണം കൊണ്ട് ആഭരണങ്ങൾ എത്രയോ ഉണ്ടാക്കുന്നു, ആഭരണം സത്യമല്ല. സത്യം എന്ന് പറഞ്ഞാൽ മാറ്റം വരാൻ പാടില്ല, അതാണ്. അപ്പോൾ സ്വർണം മാത്രമേ സത്യമുള്ളൂ. ഇതുപോലെ ആ പരമചൈതന്യം മാത്രമേ സത്യമായിട്ടുള്ളൂ, മറ്റൊക്കെ തോന്നലാണ്. ഓരോ അവയവമായിട്ട് വിഭജിച്ചാൽ മറ്റൊന്നും ഇല്ലാതാവും. അപ്പോൾ ഈ പ്രപഞ്ചം സത്യമല്ലേ എന്ന് ചോദിച്ചു. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ അതുമില്ല എന്ന് മധ്യം വരും. പരമാണുക്കൾ ചേർന്നതാണ് ഈ പ്രപഞ്ചമായിട്ട് പറയണേ. അപ്പോൾ ഇതൊക്കെ ഭൂമിയിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഭൂമിയിൽ വിലയം പ്രാപിക്കും. മൺപാത്രങ്ങളൊക്കെ മണ്ണിൽ ലയിക്കണു. ഭൂമിയിലുണ്ടാവുന്ന വൃക്ഷങ്ങളൊക്കെ ഭൂമിയിൽ തന്നെ ലയിക്കണം നമ്മൾ കാണാറുണ്ട്. ഈ ഭൂമിയിലുണ്ടാവുന്ന സർവ്വ ജീവജാലങ്ങളും ഉണ്ടായി കുറച്ചു കാലം നിലനിന്ന് ഭൂമിയിൽ തന്നെ ലയിക്കണു. എല്ലാം തന്നെ സർവ്വ ജീവജാലങ്ങളും ലയിക്കുന്നതായിട്ട് കാണാനുണ്ട്. അപ്പോൾ ഭൂമി സത്യമല്ലേ എന്ന് ചോദിച്ചു. ഭൂമി അതിൻ്റെ പരമാണുക്കളിൽ ലയിക്കും. ആ പരമാണുക്കളോ അതിൻ്റെ കാരണമായിട്ടുള്ള മായാതത്വത്തിൽ ലയിക്കും, അതോ അത് ഈശ്വര ചൈതന്യത്തിൽ ലയിക്കും. അപ്പോൾ അതുമില്ല. സൂക്ഷ്മമായിട്ട് ചിന്തിച്ചു വരുമ്പോൾ ഇതൊക്കെ ഇല്ലാത്തതാണ്, തോന്നലാണ്. രൂപം വന്നു, അപ്പോൾ അതിനൊരു നാമം, ഒരാകൃതി ഉണ്ടായാൽ അതിന് നമ്മളൊരു പേരിട്ടു. ഇങ്ങനെ നാമരൂപങ്ങളിൽ നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ഇത് മനുഷ്യന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങെന്താ പറഞ്ഞത്? ശിക്ഷ തരുന്നൊക്കെ അങ്ങ് രാജാവാണെന്ന് പറഞ്ഞു. അതും തെറ്റാ. ദുരഹങ്കാരം എന്ന് പറയും. അങ്ങത് അഹങ്കരിക്കുകയാണ്. രാജാസ്മി സിന്ധുഷു എന്നല്ലേ പറഞ്ഞത്? അത് തെറ്റാ. രാജാവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രജകളെ രഞ്ജിപ്പിക്കുന്നവൻ. അങ്ങ് അതാണോ ചെയ്യുന്നത്? വിഷ്ട്യാ നിഗൃഹൻ നിരനുഗ്രഹോസി. ഈ വഴി കൂടെ പോകുന്ന യാത്രക്കാരെ വിളിച്ച് അങ്ങ് വാഹനം എടുപ്പിക്കാം. കുറെ കഴിഞ്ഞാൽ അവരോട് പൊക്കോളാൻ പറയും. കൂലി കൊടുക്കണ്ടോ അങ്ങ്? അപ്പോൾ പ്രജകളെ ദണ്ഡിപ്പിക്കുന്ന ആളങ്ങ്. എന്നിട്ടാണോ ഞാൻ രാജാവാണെന്ന് പറഞ്ഞ് പ്രജകളെ സന്തോഷിപ്പിക്കുന്ന ആളാണെന്ന് അങ്ങ് പറഞ്ഞ്. എന്നിട്ട് പ്രജകളെ വല്ലാതെ ദുഃഖിപ്പിക്കുക ചെയ്യണത്. അപ്പോൾ അഹങ്കാരമല്ലേ അങ്ങ് പറഞ്ഞത്? ദുരഹങ്കാരല്ലേ?
അങ്ങനെയുള്ള ആള് ജനസ്യ ഗോപ്താസ്മി, ജനങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കുക. എന്നിട്ട് ഞാൻ രക്ഷിക്കുന്ന ആളാന്ന് പറഞ്ഞ ആള് എങ്ങനെ അങ്ങക്ക് ന ശോഭസേ വൃദ്ധസഭാസുധിഷ്ട. ഇങ്ങനെയുള്ള അഹങ്കാരികൾ അറിവുള്ളവരുടെ സദസ്സിൽ വന്നാൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല, അവർ ശോഭിക്കില്ല കേട്ടോ എന്നുള്ളൂ. അതുകൊണ്ട് എന്തു വേണം? ഇതൊക്കെ നാമരൂപങ്ങളാണ്, ഇതിലൊന്നും സത്യത്വമില്ല. അങ്ങ് രാജാവ്, ഞാൻ ഭൃത്യൻ പറഞ്ഞു. ഇതൊരു നിമിഷം നേരം കൊണ്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന പോലെയുള്ളൂ. അങ്ങ് ആ വാഹനത്തിലിരിക്കുന്നു, കിരീടമൊക്കെ ശിരസിൽ വച്ചുണ്ട്, ഞാനതെടുത്ത് നടക്കണം. അപ്പം ഞാൻ ഭൃത്യൻ, അങ്ങ് രാജാവ്, പ്രഭു. എന്നാൽ ഞാനതിൽ കയറിയിരുന്ന് ആ കിരീടമൊക്കെ ഞാൻ ശിരസിൽ വയ്ക്കുക. അങ്ങ് ഈ വാഹനം എടുത്തിറങ്ങിയാലോ, അടുത്ത നിമിഷത്തിൽ അങ്ങ് ഭൃത്യനായി, ഞാൻ രാജാവായി. ഇത്രയേ ഉള്ളൂ. നാടകത്തിലൊക്കെ ഞാൻ രാജാവാണ്, മന്ത്രിയാണെന്നൊക്കെ ആളുകൾ അഭിനയിക്കും. വാസ്തവത്തിൽ രാജാവും അല്ല, മന്ത്രിയൊന്നുമല്ല, വെറുതെ ഒരു അഭിനയം. ഇതുപോലെ കുറച്ച് നേരത്തേക്ക് അജ്ഞാനം കൊണ്ട് തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ലോക വ്യവഹാരം. ഇതിനെ തത്വാവമരിശേന സഹാമനന്തി ന സൂരയോ ഹി വ്യവഹാരമേനം തത്വാവമരിശേന സഹാമനന്തി. അറിവുള്ളവർ ഇതിനെ സത്യമായിട്ട് പറയാറില്ല. അതുകൊണ്ട് അങ്ങ് സത്യമായിട്ട് പറയണു, വേണ്ടത്ര വിവേകം അങ്ങക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എന്തുണ്ട്, ആ ചെറുതായിട്ടിരിക്കൽ, വലിയ രൂപം, ചടയ്ക്കൽ, അതുപോലെ തന്നെ തടിക്കൽ, ഇതെല്ലാം തന്നെ മായാകൽപ്പിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുന്നതാണ്. ഈ ജ്ഞാനം, ഇത് തത്വം ശരിക്കും അറിഞ്ഞാൽ മാത്രമേ മനുഷ്യന് വിവേകം ഉണ്ടാവുള്ളൂ. ഇതുണ്ടാവുന്നിടത്തോളം കാലം, ഈ തത്വജ്ഞാനം ഉദിക്കുന്നിടത്തോളം കാലം വലുതായിട്ടുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണ് അതിൻ്റെ സ്വഭാവമൊക്കെ പറഞ്ഞു. ആത്മാവിൻ്റെ അനാത്മ വിവേകം എന്ന് അതിന് പറയും. എന്താണ് ആത്മാവായിട്ടുള്ളത്, എന്താണ് അനാത്മാവ് ചിന്തിക്കാം. ആത്മാവെന്ന് പറഞ്ഞാൽ അത് ഏകരൂപമാണ്. ശരീരം എന്ന് പറയുമ്പോൾ അതിന് പല മാറ്റമുണ്ട്. ബാലഭാവം, യുവാവ്, വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞ് മാറ്റം വരും. അതുപോലെ തന്നെ ആത്മാവ് നിത്യശുദ്ധമാണ്. എന്നാലോ ശരീരം മലിനമായിട്ടുള്ളതാണ്. ചൈതന്യം, ആത്മാവെന്ന് പറഞ്ഞാൽ ചൈതന്യം മാത്രം, ചൈതന്യ ഘനമാണ്. ശരീരമാണെങ്കിൽ ജഡാണ്. ആത്മാവ് നിർഗുണമാണ്. സർവഗുണങ്ങളും അതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ശരീരം അങ്ങനെയുള്ളതല്ല, സഗുണമാണ്. അത് ഗുണങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ആത്മാവിനെ ആശ്രയിച്ച് ഗുണങ്ങൾ നിൽക്കണം. ശരീരമാണെങ്കിൽ ഗുണങ്ങളെ ആശ്രയിച്ച് നിൽക്കണം. പിന്നെ ആത്മാവാണെങ്കിൽ എല്ലാ ദിക്കിലും വ്യാപിച്ചതാണ്, അത് ആവരണമില്ലാത്തതാണ്. എന്നാൽ ശരീരമാണെങ്കിൽ പരിച്ഛേദ്യമാണ്, പലതിനാൽ മറയ്ക്കപ്പെട്ടതാണ്, ആവരണമുള്ളതാണ്, ദൃശ്യമാണ്. മറ്റേ ആത്മാവാണെങ്കിൽ സർവ്വസാക്ഷിയാണ്, മനസ്സ് ദൃശ്യമാണ്. ആത്മാവിന് പിന്നെ ഒരാത്മാവില്ല. ശരീരത്തിന് ആത്മചൈതന്യമുണ്ട്, ആത്മാവുണ്ട്. ആ ആത്മാവുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് പോലും, ശരീരം നിലനിൽക്കുന്നത് പോലും. ഇങ്ങനെയുള്ള ഈ തെറ്റിദ്ധാരണ, ഈ ശരിയായിട്ടുള്ള ബോധം, ആത്മാവിനെ ആത്മാവായിട്ടറിയാം, അനാത്മാവിനെ ഇപ്പം അങ്ങ് ആത്മാവായിട്ട് തെറ്റിദ്ധരിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആത്മാവിനെ ആത്മാവായിട്ട് അറിയുന്നിടത്തോളം കാലം അതെന്നാ അറിയണോ അന്നാണ് എല്ലാ ക്ലേശവും തീരാം. അതറിയാൻ എന്ത് വേണം? രഹോഗണ ഏതത്തപസാനയാതി. ഇത് കുറേ ഏകാന്തത്തിലിരുന്നിട്ടോ, കുറേ വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ടോ, അല്ലെങ്കിൽ കുറേ ദാനാദികൾ ചെയ്തിട്ടോ ഇതുകൊണ്ടൊന്നും ശരിയായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവില്ല. അതിനെന്ത് വേണം? യത്രോത്തമശ്ലോക ഗുണാനുവാദ. സജ്ജനങ്ങളുടെ അടുക്ക ചെന്ന് അവർ പറഞ്ഞു തരുന്ന ഈശ്വര ചരിത്രങ്ങൾ മാത്രം വളരെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ആ പരമതത്വത്തിൽ എളുപ്പത്തിൽ ഭക്തി ഉണ്ടാവും. ഭക്തി ജ്ഞാനവും രണ്ടല്ല, അതാണ് വാസ്തവത്തിൽ ഒന്ന് തന്നെയാണ്. അതാണ് ആത്യന്തിക ദശയിൽ യാ ഭക്തേസ്തു പരാകാഷ്ഠ സൈവജ്ഞാനം. ഭക്തിയുടെ ആ പരാകാഷ്ഠ എന്ന് പറഞ്ഞാൽ അതുതന്നെ ജ്ഞാനമാണ്. ഇത് സജ്ജനങ്ങളെ ആശ്രയിച്ചാൽ മാത്രമേ അതുണ്ടാവുള്ളൂ കേട്ടോ എന്ന് പറയും. എങ്ങനെ സജ്ജനങ്ങളെ ആശ്രയിക്കണം എന്നാണെങ്കിൽ നല്ല ശ്രദ്ധയോടുകൂടി ഗുരുവിൻ്റെ അടുക്ക ചെന്ന് സ്വാമിൻ നമസ്തേ നതലോകബന്ധോ കാരുണ്യസിന്ധോ പതിതം ഭവാബ്ധൗ
മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ എന്ന് പറഞ്ഞ് അങ്ങനെ നമസ്കരിക്കണം എന്ന് പറഞ്ഞു. മാമുദ്ധരാത്മീയ കടാക്ഷദൃഷ്ട്യാ ഋജ്വ്യാധികാരുണ്യസുധാഭിവൃഷ്ട്യാ ദുർവാര സംസാരദവാഗ്നിതപ്തം ദോധൂയമാനം ദുരദൃഷ്ടവാദൈഃ ഭീതം പ്രപന്നം പരിപാഹി മൃത്യോഃ ശരണ്യമന്യം യദഹം ന ജാനേ മഗ്നം മഹാമോഹമയേ മഹാബ്ധൗ മന്ദം മഹാത്മൻ മമതാകുലേന കൃപാപയോധേ മനസോദ്ധരാമം കൃത്വോടുപം ജ്ഞാനമയം പ്രപന്നം. ഇതാ വലിയ കര കാണാ കടലിൽ മുങ്ങിക്കിടക്കാണ്. ഗുരുനാഥ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ, ജ്ഞാനമാകുന്ന ഒരു തോണി തന്ന് കരകയറാനുള്ള മാർഗം കാണിച്ചു തരണേ, അനുഗ്രഹിക്കണേ എന്നും പറഞ്ഞ് ശ്രദ്ധാഭക്തിയോടുകൂടി തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് പറഞ്ഞ് നമസ്കരിച്ചാൽ അപ്പോൾ ഗുരുവിന് ഇവന് നല്ല അറിവുണ്ടാവട്ടെ എന്ന് ഗുരുവിന് ഒന്ന് തോന്നിയാൽ മതി. ശിഷ്യൻ്റെ ആ ശ്രദ്ധാഭക്തി ജിജ്ഞാസ കാണുമ്പോഴാണ് ഗുരുവിന് പറഞ്ഞു കൊടുക്കാൻ തോന്നുക. ശിഷ്യന് അത്രയും ശ്രദ്ധാഭക്തി ഉണ്ടെങ്കിലോ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ തന്നെ പറഞ്ഞു കൊടുക്കും. ഇന്ന സംശയങ്ങൾ ഇവനുണ്ടാവാം, അത് തീർത്തു കൊടുക്കണം, ഒരിക്കലും അവന് ജീവിതത്തിൽ സംശയം വരരുതെന്ന് വിചാരിച്ച് ശിഷ്യന് ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് പോലും ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവുമെന്ന് പറഞ്ഞ് ഉത്തരം പറയും. ഇതാണ് ഗുരവോ ഗുഹ്യമപ്യുത എന്നാണ്. ഇങ്ങനെ ഗുഹ്യമായിട്ടുള്ളതിനെ പോലും നല്ല ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാണെങ്കിൽ ശിഷ്യന് നല്ല ശ്രദ്ധാഭക്തി ഉണ്ടെങ്കിൽ. അതല്ലെങ്കിൽ ഗുരുവിൻ്റെ അടുക്ക് എത്ര കാലം താമസിച്ചാലും ഒരിക്കലും വിവേകം ഉണ്ടാവുകയില്ല. എത്ര കാലം എന്തെല്ലാം ഗ്രന്ഥങ്ങൾ പഠിച്ചാലും വിവേകം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയല്ലോ വേണ്ടത്. ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ലേ എങ്ങനെ ഗുരുവിനെ സമീപിക്കണമെന്ന് ഉപദേശിച്ചിട്ടില്ലേ ശാസ്ത്രങ്ങൾ? അതുപോലെ സർവാത്മനാ ഗുരുവിനെ ശരണം പ്രാപിക്കുമോ എല്ലാം പറഞ്ഞു തരുന്നു. ഇത് പറഞ്ഞു കൊടുത്തപ്പോഴാണ് നല്ല പാകത വന്നു. വീണ്ടും പാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറയണു, സത്സംഗം എന്നുള്ളത് മറ്റ് ലോകത്ത് പോലും പുണ്യലോകത്ത് പോലും കിട്ടണമെന്നല്ല. അഹോ നിർജന്മ അഖില ജന്മശോഭനം. എത്രയോ ശരീരങ്ങളുണ്ട്, 84 ലക്ഷം ശരീരങ്ങളാണ്. അതിൽ വെച്ച് മനുഷ്യ ശരീരമാണ് ഏറ്റവും ഉത്കൃഷ്ടം. കാരണം എന്താ? സത്സംഗം. മറ്റ് ലോകത്ത് പരലോകത്ത് പോലും ഇതുപോലെ സൗകര്യമില്ല. സത്സംഗം ഇതുപോലെ കിട്ടുന്നതല്ല. അതുകൊണ്ട് നയദൃഷീകേശേഷകൃതാത്മനം മഹാത്മനം വപ്രചുരസമാഗമഃ. പരലോകത്ത് പോലും ഇങ്ങനെയുള്ള ഭക്തന്മാരായിട്ട് കണ്ടുമുട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങേ കാണാൻ കഴിഞ്ഞത് വലിയൊരു മഹത്വമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് മഹാത്മനം വപ്രചുരസമാഗമഃ. അതുകൊണ്ട് മഹാത്മാക്കൾ ഏതെല്ലാം രൂപത്തിലാണ് എങ്ങനെ ആ ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് നടക്കാമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും നമസ്കരിക്കണമെന്നാണ്. നമോ മഹദ്ഭ്യോസ്തു നമ ശിശുഭ്യ നമോ യുവഭ്യോ നമ ആവടുഭ്യ യേ ബ്രാഹ്മണാഗാം അവധൂലിലിംഗാ അവധൂതലിംഗാശ്ചരന്തി തേഭ്യ ശിവമസ്തു രാജ്ഞാം. ബാലരൂപത്തിലോ പല രൂപത്തിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. കുട്ടികളായാലും വേണ്ടില്ല, ചിലപ്പോൾ ഭിക്ഷക്കാരുടെ രൂപത്തിൽ, എങ്ങനെയായാലും എല്ലാവർക്കും ഇതാ നമസ്കാരം. ലോകത്തിന് മുഴുവൻ നമസ്കാരം എന്ന് പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നല്ല പാകത വന്ന് ഇങ്ങനെ വീണ്ടും വീണ്ടും എങ്ങനെ ഗുരുവിനെ പോലെ തന്നെ ആയിത്തീർന്നു ആ ശിഷ്യൻ. അല്പസമയത്തെ ആ സത്സംഗം കൊണ്ട് ഗുരുവിൻ്റെ വല്ലാത്ത അനുഗ്രഹം കൊണ്ട് പറയണു, ഇങ്ങനെയാണ് സജ്ജനങ്ങളെ കാണാൻ ഒരവസരം കിട്ടിയാൽ മതി, നിമിഷ നേരം മതി, എല്ലാ വിഷമങ്ങളും തീർന്ന് മനുഷ്യന് സർവ ഐശ്വര്യങ്ങളും മനുഷ്യനുണ്ടാവും എന്ന് പ്രത്യേകമായിട്ട് അവിടെ അനുസ്മരിക്കുകയാണ് അവിടെ. അത് കഴിഞ്ഞപ്പോഴാണ് എന്തു വേണം, ഒന്നും കൂടി അദ്ദേഹത്തിന് വിരക്തി വരാനായിട്ട് പറഞ്ഞ് കേൾപ്പിച്ചു. ഈ ജീവിതയാത്ര എങ്ങനെയാണെന്നറിയോ? ഒരു വലിയ കച്ചവട സംഘം ഒരു നഗരത്തിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക് പോവുക. അപ്പോൾ അവർ വലിയ അമൂല്യങ്ങളായിട്ടുള്ള രത്നാഭരണങ്ങൾ പലതുണ്ട്. അപ്പോൾ ഒരു നഗരത്തിൽ നിന്ന് വേറൊരു നഗരത്തിലേക്ക് പോകുമ്പോൾ
വഴിക്ക് ഒരു കാട് കടന്നു വേണം, ഒരു വലിയ വനം കടന്നിട്ട് വേണം പോകാൻ. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം വേണ്ടി വരും കടക്കാൻ. അങ്ങനെ ഇതുള്ളൊന്ന് സങ്കല്പിച്ച് നോക്കാനാണ് പറഞ്ഞത്. കടന്നു പോകണമെങ്കിൽ എന്തെല്ലാം ആപത്ത് വരാം. കാട്ടിലുള്ള കൊള്ളക്കാർ വന്ന് രത്നങ്ങളൊക്കെ കൊണ്ടുപോകാം. പിന്നെ ദുഷ്ടമൃഗങ്ങൾ വന്ന് ആക്രമിക്കാം. ചിലപ്പോൾ ഒരു ദിക്കിൽ വന്ന് വിശ്രമിക്കുമ്പോൾ പെരുമ്പാമ്പൊക്കെ വന്ന് പിടികൂടാം. അതിൻ്റെ വായിൽപ്പെട്ടാൽ രക്ഷ കിട്ടില്ല. ചിലപ്പോൾ നല്ല പഴങ്ങളൊക്കെ കാണാം. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ട് അതൊക്കെ പൊട്ടിച്ച് തിന്നും. ചിലപ്പോൾ വിഷക്കായികളാവും. എന്തെല്ലാം കാട്ടിൽ എന്തെല്ലാം അനർത്ഥം ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക. പോരാത്തതിന് ഇത്രയും വലിയ രത്നാഭരണങ്ങളൊക്കെ കൊണ്ടുപോകുന്നേ. എന്തെല്ലാം അനർത്ഥം. ആ കാട് കടക്കണമെങ്കിൽ കാട്ടിൽ നടന്ന് പരിചയമുള്ള ഒരാൾ വേണം. അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയാൽ പുറത്ത് കിടക്കലുണ്ടാവില്ല. ദുഷ്ടമൃഗങ്ങളൊക്കെ ഒന്ന് ആക്രമിക്കാൻ വരുമ്പോൾ അതിന് നല്ല ഒരു ആയുധം വേണം. നല്ല ആയുധമുണ്ട്, വഴി കാണിച്ചു തരാൻ ഒരാളുണ്ടെങ്കിൽ വല്ലാതെ വിഷമം കൂടാതെ കടന്നു പോകാൻ പറ്റും, കാടിനെ അതിക്രമിക്കാൻ പറ്റും. എന്നാൽ അതുപോലെ തന്നെയാണ് ഈ ജീവിതയാത്ര. ഭവാടവി വർണ്ണിച്ച് കേൾപ്പിക്കാം. രത്നങ്ങളൊക്കെ കൊള്ളക്കാർ കൊണ്ടുപോകുന്നു പറഞ്ഞു, അത് നമുക്കറിയാം. എന്നാൽ ഈ ലോകത്തേക്കൂടെയുള്ള യാത്ര, ഇവിടെ നമ്മുടെ കയ്യിലെന്താ രത്നങ്ങൾ, ആരാ കൊള്ളക്കാരൻ ചോദിച്ചപ്പോൾ ഈശ്വര വിചാരം ചെയ്യാനുള്ള ഒരു കഴിവാണ് രത്നമായിട്ട് പറഞ്ഞത്. മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു അറിവ് ഈശ്വര വിചാരം ചെയ്യാനായിട്ട്. ഒരു വിഷമമില്ല, ഒരു ധ്യാന ശ്ലോകം ഭഗവാനെ ഒന്ന് ധ്യാനിക്കാൻ. ഇത് മറ്റ് ജീവികൾക്ക് പറ്റില്ല, മനുഷ്യന് പറ്റും. കൊള്ളക്കാരാരാ ഈ രത്നം കൊണ്ടുപോകണ കൊള്ളക്കാരോ? ഇവരൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സടക്കമുള്ള 6 ഇന്ദ്രിയങ്ങളാണ്. ഒന്ന് ധ്യാനിക്കായിരുന്നു, എന്തോ ഒരു ശബ്ദം കേട്ടാലോ ധ്യാനം മുടങ്ങി, പിന്നെ അതിനെക്കുറിച്ച് ചിന്തയായി, ആ ശബ്ദത്തെക്കുറിച്ച്. എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞു, എന്നാൽ പിന്നെ അത് ഇതിനെക്കുറിച്ച് ചിന്തയായി. അപ്പോൾ 5 വിഷയങ്ങൾ, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് 5 വിഷയങ്ങൾ, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനസ്സ് അതിനെക്കുറിച്ച് ഇങ്ങനെ ഉറക്കായി. നല്ല സ്വാദുള്ള ഒരു പദാർത്ഥം ഭക്ഷണം കിട്ടി, പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തയാണ്. എവിടെയാണ് ചിന്തിക്കുന്നത്? സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം എന്ന് കപില മഹർഷി ഉപദേശിച്ചു. നിങ്ങൾക്ക് മനസ്സിനൊരു ശാന്തി വേണോ, സന്തോഷം വേണോ? ആ ഭഗവാന്റെ പാദകമലങ്ങളെ ധ്യാനിക്കൂ. സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം എന്ന് പറഞ്ഞ് ചിന്ത ഇല്ലാതായി, മറ്റ് ചിന്തകളായി. അങ്ങനെ അപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിലും 5 അനുഭവങ്ങൾ, 5 വിഷയങ്ങൾ അനുഭവിച്ചതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീണ്ടും വീണ്ടും ഇഷ്ടമാണെങ്കിൽ വീണ്ടും വീണ്ടും കിട്ടണമെന്നായി ചിന്ത. അപ്പോൾ എവിടെ മനസ്സിന് സുഖം കിട്ടുന്നത്? അപ്പോൾ എത്ര ശ്രദ്ധിക്കണം? ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. എന്നാൽ കണ്ണടച്ചിരുന്നിട്ടും കാര്യമില്ല. കണ്ണ് തുറന്നിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമായിട്ടൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണടച്ചാലും പിന്നെ അത് തന്നെ ചിന്തയായി. അതുകൊണ്ട് എന്തു വേണം? ഈ ഇഷ്ടമാവൽ ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള രൂപം ആക്കി മാറ്റിയാലോ പിന്നെ വിഷമം വരില്ല. അതാണ് ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമദേവഹിതം യദായുഃ. അതിനാണ് ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണുക. അപ്പോൾ അത് നമ്മുടെ ഓർമ്മ വരും. നല്ല നല്ല ശാസ്ത്രങ്ങളെ കഥകൾ കേൾക്കുക, അപ്പോൾ അത് നമുക്കത് ഓർമ്മ വരും. ഭഗവാന്റെ പാദത്തിലൊന്ന് സമർപ്പിച്ചിട്ടുള്ളൊരു തുളസി ദളം, ഒരു പൂ നമ്മൾ വാസനിക്കുക, അപ്പോൾ അത് ഓർമ്മ വരും. ഇങ്ങനെയെല്ലാം ഇന്ദ്രിയങ്ങളെയും ആവശ്യത്തിനാ തന്നേക്കണത്, വേണ്ട പോലെ ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ 5 ആൾക്കാരും നമ്മുടെ വലിയ സുഹൃത്തുക്കളായി ഭഗവത് പാദത്തിലേക്ക് നമ്മളെ എത്തിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഭവാടവി. ചില പഴങ്ങളൊക്കെ പൊട്ടിച്ച് തിന്നും കാട്ടിക്കൂടെ നടക്കുമ്പോൾ വിഷക്കായികളാവും എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? നമ്മൾ ഓരോന്ന് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സുഖം കിട്ടുമെന്ന് വിചാരിച്ച് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ തന്നെ പ്രയത്നിച്ച് ഓരോന്ന് നേടും. കിട്ടിക്കഴിയുമ്പോൾ അതിന് വിചാരിച്ച സുഖങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദുഃഖങ്ങളാവും. അതാണ് വിഷക്കായികൾ എന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ കാട്ടിലെ എന്തെല്ലാം അനർത്ഥങ്ങളുണ്ടോ അതൊക്കെ തന്നെ ഈ യാത്രയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവട സംഘം കാട്ടിൽ കൂടെ നടന്ന് നീങ്ങുമ്പോൾ അതിലൊരാളെ ഏതെങ്കിലും ഒരു കാട്ടുമൃഗം പിടിച്ച് തിന്നു എന്ന് വിചാരിക്കുക, അവർക്ക് മരണം സംഭവിച്ചു എന്ന് വിചാരിക്കാം. ബാക്കി ആ കച്ചവട സംഘം എന്ത് ചെയ്യും? അവർ മുന്നോട്ട് യാത്ര ചെയ്യും.
പിന്നെ ഒരാൾക്ക് ഒരാപത്ത് പറ്റിയാലോ അവർ വീണ്ടും യാത്ര ചെയ്യും. ഇങ്ങനെ എത്ര ആൾ നഷ്ടപ്പെട്ടാലും പിന്നെ അവർ യാത്ര ചെയ്തു, ബാക്കി അവശേഷിക്കുന്ന ആളുകൾ യാത്ര ചെയ്യും. ഇവിടെ തന്നെ അതുപോലെ തന്നെ ഇല്ലേന്നാ. ഓരോരുത്തരും ഓർമ്മ വച്ച കാലം മുതൽ നോക്കുമ്പോൾ എത്ര ആളുണ്ടായിരുന്നു ഒപ്പം? അവരൊന്നും പലരും ഇല്ല. നമ്മൾ യാത്ര പുറപ്പെട്ടപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ ആരും ഇല്ല, എത്രയോ ആളുകൾ പോയി. നമ്മൾ യാത്ര വേണ്ടാന്ന് വെച്ചില്ല, എന്തോന്ന് ആഗ്രഹം കിട്ടാനായിട്ട് വീണ്ടും യാത്ര ചെയ്യാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ജീവിതയാത്ര കാട്ടിലുള്ള ഒരു യാത്ര പോലെയാണ് കച്ചവട സംഘത്തിൻ്റെ. അതുകൊണ്ട് എന്ത് വേണം? കാട്ടിൽ കൂടെ നടക്കുന്നവർക്ക് ആപത്ത് വരാതിരിക്കാൻ കാട്ടിൽ നടന്ന് പരിചയമുള്ള ഒരാളെ പോലെ നമുക്കൊരു ഗുരുനാഥൻ വേണം. ഇന്നത് ചെയ്തോളൂ, വിഷമിക്കണ്ട എന്ന് ഉപദേശിക്കാൻ. അത് വിശ്വസിച്ച് അതുപോലെ ജീവിച്ചാലോ അനർത്ഥത്തെ മറികടക്കാം എന്നാണ്, തരണം ചെയ്യാൻ പറ്റുന്ന ഒരു വാളെന്ന് പറഞ്ഞു. അറിവാകുന്ന ഒരു വാള്, ഒരായുധം. അത് ഭക്തി കൊണ്ട് മൂർച്ച കൂട്ടാം. എന്നാൽ യാതൊരർത്ഥം കൂടാതെ ഭഗവാൻ തന്ന വലിയൊരു അനുഗ്രഹമാണ് നിർദേഹമാദ്യം സുലഭം സുദുർലഭം ഈ മനുഷ്യശരീരം. അത് വേണ്ട പോലെ ഉപയോഗിച്ച് ലക്ഷ്യത്തിലെത്താനായിട്ട് മനുഷ്യന് പറ്റും. അപ്പോൾ വിവേകികൾക്ക് എല്ലാം കൊണ്ടും നല്ലതാണ്, സുഖം തരുന്നതാണ് ഈ ശരീരം. വിവേകശൂന്യന്മാർക്കാണ് അനർത്ഥങ്ങൾ വരിക. അതുകൊണ്ട് അരനിമിഷം പോലും വിവേകം കൂടാതെ ഇരിക്കരുത്, എപ്പോഴും വേഗത്തോടു കൂടി വേണം. അവർ തമ്മിൽ സംഭാഷണത്തിൽ സർവവേദാന്ത സാരം ഈ ശ്രീ ഭാഗവതമിഷ്യത എന്നറിയില്ലേ, അവസാനം പറയുന്നുണ്ട്. സർവവേദാന്ത സാരമാണ് ഈ ഭാഗവതം. 100 പ്രകരണങ്ങളുണ്ട്. ഏത് പ്രകരണം എടുത്താലും നമ്മൾ ചർച്ച ചെയ്താൽ ആ കൈവല്യൈക പ്രയോജനം, മുക്തിയാകുന്ന പ്രയോജനം, ആ വേദാന്തം ഉപനിഷത്തുകളുടെ സാരമായിട്ട് എന്ത് പറയുന്നുവോ അത് തന്നെയാണ് ഭാഗവതം പറയണത്. അത് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ 100 പ്രകരണമുള്ളതിൽ എല്ലാ പ്രകരണവും നമുക്ക് ഇതുപോലെ വിവേകം ഉണ്ടാക്കും. ചിലത് ഭക്തിക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കും. ചിലപ്പോൾ ജ്ഞാനം സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഈ ജ്ഞാനവും ഭക്തിയും രണ്ടല്ല. യാ ഭക്തേസ്തു പരാകാഷ്ഠ ശൈവജ്ഞാനം വിദുർബുധാ എന്നാണ്, എന്ന് ബോധം വരും എന്നും കൂടിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ പ്രകരണം അവിടെ സമർപ്പിക്കുന്നത്. ഇങ്ങനെ ഗുരുവിൻ്റെ ഉപദേശം കേട്ട് നല്ല പാകത വന്ന് അഹങ്കാരം ശരീരാഭിമാനമൊക്കെ ഇല്ലാതായി ലോകത്തെ അനുഗ്രഹിച്ചുകൊണ്ട് രഘുഗണനും സഞ്ചരിക്കേണ്ടായി. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 13 അധ്യായത്തിൽ പറഞ്ഞുകൊണ്ടാണ്. ഇത് കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് പറഞ്ഞത്, ആ മഹാത്മാവിൻ്റെ ഭരതയോഗീശ്വരൻ്റെ ഉപദേശം കേട്ടപ്പോൾ രഘുഗണന് നല്ല വിവേകം ഉണ്ടായി, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ വിവേകം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ 13-ാം അധ്യായത്തെ ഒന്ന് വ്യാഖ്യാനിച്ച് ഓരോ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമെന്ന് പറയുമ്പോൾ അതൊക്കെ വിവരിച്ച് കൊടുക്കൽ, അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് പിന്നെ ക്രമത്തിലുള്ള വർണ്ണിക്കുന്നത്. ഭഗവാന്റെ സ്ഥൂല രൂപ വർണ്ണന. അപ്പോൾ ഒരു നിമിഷം നേരം പോലും ഇങ്ങനെയുള്ള ഒന്ന് കേൾക്കാൻ എപ്പോഴും പൂർണ്ണമാവില്ല. വീണ്ടും വീണ്ടും പല ഭാഗം വിസ്തരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്കറിയാൻ കഴിയും. ഇത് ഭഗവാൻ തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കരുതാം. ഈ തത്വ സമീക്ഷാ ഇതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട്, ഒരു നിമിഷത്തെ വലിയൊരു പുണ്യമുഹൂർത്തമായിട്ട് നമ്മളെടുത്ത് കൂടുതലായിട്ട് ഇതിൽ കേട്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാവാൻ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, എല്ലാവരും ഒന്ന് നമസ്കരിച്ചുകൊണ്ട്, എല്ലാവർക്കും ഒരു നന്മ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമർപ്പിക്കുകയാണ്. ശന്നോ മിത്രശം വരുണശന്നോ ഭവത്വര്യമാ ശന്ന ഇന്ദ്രോ ബൃഹസ്പതി ശന്നോ വിഷ്ണുരുരുക്രമാ വിശ്വാനി ദേവസവിതർദുരിതാനി പരാസുവാ യദ്ഭദ്രം തന്ന ആസുവാ മാന ഏകസ്മിന്നാഗസിമാദ്വയോരുതത്രിഷു വധീർമാശൂരഭൂരിഷു. ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.